കനകമലക്കാറ്റിനുമറിയാം കണ്ണൊടിഞ്ഞിട്ടും നമസ്തേ. തെക്ക് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിൽ CPMൻ്റെ വ്യാപാരി സംഘടന സ്പോൺസർ ചെയ്ത സംഗീത നിശയിൽ പുഷ്പനെ അറിയാമോ, 100 പൂക്കളെ, ലാൽ സലാം തുടങ്ങിയ പാട്ടുകൾ. ഗാനമേള താളം പിടിച്ച് ആസ്വദിച്ച് മുൻനിരയിലിരുന്നവർ CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാർ. വടക്ക് കതിരൂർ പുല്യോട് ശ്രീ കുറുമ്പക്കാവിലെ താലപ്പൊലി ഉത്സവത്തിൽ ചെഗുവേരക്കൊടികളും പാർട്ടി മുദ്രാവാക്യങ്ങളും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ക്ഷേത്രങ്ങൾ ചുവപ്പിക്കാനോ നീക്കം. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവർ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ MV നടേശൻ, ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ തെക്കുള്ളതാവട്ടെ വടക്കുള്ളതാവട്ടെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ്. ക്ഷേത്രങ്ങൾ പവിത്രമാണ്, പരിപാവനമാണ്. ഇതൊക്കെ തകർത്തുകൊണ്ട് ക്ഷേത്രങ്ങളെ ചുവപ്പണിയിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടയ്ക്കലും കതിരൂരും നാം കണ്ടത് ഇതൊക്കെ തന്നെയല്ലേ? നമസ്കാരം. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അതിലിവിടുത്തെ വിശ്വാസി സമൂഹവും മനുഷ്യരും പൊതുസമൂഹവും അങ്ങേയറ്റം ആശങ്കാകുലരാണ്. ഇത് കടക്കൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു കതിരൂര് കുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ നടന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് കൂത്തുപറമ്പിൽ നടന്നിട്ടുണ്ട്. അതെ. ഉഴമനക്കില് മങ്ങാട്ടുപാറ ആയിരംവല്ലി ക്ഷേത്രത്തില് ശിവലിംഗം തകർത്തിട്ടുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് സുരക്ഷയുടെ ഭാഗമായി പോലീസുകാർ കാട്ടിക്കൂട്ടിയതുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത്, ഇതെല്ലാം തന്നെ CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങൾ അത് കൈക്കലാക്കുക. അത് അവരുടെ പരസ്യമായ പ്രഖ്യാപനമാണ്. ക്ഷേത്രങ്ങളിൽ കടന്നുകൂടുക, അത് വേണ്ടതിലേറെ നശിപ്പിക്കുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അവരുടെ പാർട്ടി സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു. അപ്പൊ ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് എല്ലാ ജനങ്ങളും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവരെ ഭയന്നുകൊണ്ടാണ്. ഇവരുടെ ഉള്ള കൂട്ടത്തിലുള്ള ആളുകൾ പോലും ഭയന്നുകൊണ്ടാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വടക്കൻ കേരളത്തില് പയറ്റി അവര് വിജയിച്ച ഒരു തന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ക്ഷേത്രങ്ങളും കൈയടക്കുകയും അവിടുത്തെ അനുഷ്ഠാന കലാകാരന്മാരെയും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ആ നിലയിൽ അവർ വിജയിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇന്ന് കേരളത്തിൽ ആകമാനം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം അല്ല, ഇത് ഏറെ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. ക്ഷേത്രങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പാടില്ല, രാമായണം പഠിപ്പിക്കാൻ പാടില്ല, നാമജപം പാടില്ല, ഇങ്ങനെയുള്ളതായ തിട്ടുരങ്ങൾ എല്ലാ കാലത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ്.
ഇവർ തന്നെയാണ് കൃത്യമായ ജാതിയുടെ കളി കളിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതിക്കളി കളിച്ചത് ഇവരാണ്. അപ്പോ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് ചെങ്കൊടി അല്ലെങ്കിൽ അവരുടെ ചിഹ്നം അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകളില്ല, നിരാശരാണ്. പിന്നെ വരുന്നവരെല്ലാം ഭയന്നു വരുന്നവരാണ്. പക്ഷെ ക്ഷേത്രങ്ങൾക്കെതിരെ ഇവർ എത്രമേൽ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നോ അതിലും 10 മടങ്ങായിട്ട് ക്ഷേത്രങ്ങളിൽ ജനങ്ങൾ വർദ്ധിക്കുന്നു. ഇതാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് അധികാരവും എന്താ പറയാ മൃഗീയമായ ഭൂരിപക്ഷം എന്നിവർ പറയുന്ന അവരെല്ലാം വരുതി നിർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഒരു പരിധി വരെ അവര് വേണേ വിജയിച്ചേക്കാം. പക്ഷെ ശാശ്വതമായി നിങ്ങൾ വിജയിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. അതിനൊരു ചെറിയ ഉദാഹരണമാണ് 1980കളുടെ തുടക്കത്തിൽ ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ EMS നമ്പൂതിരിപ്പാട് ഇത് വർഗീയ കലാപം ഉണ്ടാക്കി, ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നതാണ് പല മാധ്യമങ്ങളും. ഇന്ന് അതേ മാധ്യമങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി രാമായണം വിറ്റഴിക്കുന്നു, രാമായണ മേളകൾ നടപ്പിലാക്കുന്നു. ഇത് കാണിക്കുന്നത് എത്രയും ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ അത്രയും ആളുകൾ കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഒരു കാര്യത്തിലല്ല, പല കാര്യത്തിലാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയാറുണ്ട് നീതിന്യായ വ്യവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. എന്തെങ്കിലും ആരെങ്കിലും നോക്കാൻ പാടില്ലാത്ത രീതിയിൽ നോക്കിയാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു, പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഭീകരവാദം നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് PC ജോർജിനെ കൊണ്ട് പൂട്ടിയിട്ടത്, ജയിലിലാക്കിയത്. ഈ തരത്തിൽ യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയില്ലാതെ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് എത്രയും വേഗം ഇത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നാശത്തിനാണെന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവം ആവട്ടെ മറ്റ് പരിപാടികളിലെല്ലാം മറ്റ് മതസ്ഥരൊക്കെ അങ്ങേറ്റ ഉദാരതയോടുകൂടി സഹായിക്കുന്ന പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പൊ വടക്കുന്നാഥ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, പല ക്ഷേത്രങ്ങളിലുണ്ട്. പക്ഷെ എവിടെയൊക്കെയാണോ ഇങ്ങനെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷേത്രാചാരങ്ങൾ നടത്തുന്നത്, അതിൽ ഇവരാണ് വിഷവിത്തുകൾ ഇടുന്നത്. ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അത് മതത്തിനും ജാതിക്കും എല്ലാത്തിനും അപ്പുറം ഒരേ വിശ്വാസമാണ്, അമ്മ എന്നൊരു വിശ്വാസം. അവിടെ കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. അവിടെ കുത്തിയോട്ടത്തില് പങ്കെടുക്കുന്ന കുട്ടികളെ ബാലവേലക്ക് നിയോഗിക്കുന്നു, ബാലപീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളുകളാണ്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും പോലീസിന്റെ സഹായത്തോട് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കാതെ ബൂട്ടിട്ടുകൊണ്ടാണ് അവിടുത്തെ പോലീസുകാര് പെരുമാറിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ഭയമുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തോളൂ, ഹിന്ദു സമൂഹം ഇന്ന് ഉണർന്നിരിക്കുകയാണ്. ആ ഹിന്ദു സമൂഹത്തില് എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങൾ കഞ്ചാവിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നതിന് കാരണക്കാർ ഇതേ ആളുകളാണ്. കഞ്ചാവ് വിൽക്കുന്ന ആളുകൾ, കഞ്ചാവ് വലിക്കുന്ന ആളുകൾ, കഞ്ചാവ് മാഫിയക്ക് എല്ലാ ഒത്താശ നൽകുന്നതും ഈ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. നമ്മുടെ തൊഴിലിടങ്ങൾ നശിപ്പിച്ചത് ഇതേ ആളുകളാണ്. നമ്മുടെ സൊസൈറ്റികളെല്ലാം നശിപ്പിച്ചത് ഇതേ ആളുകളാണ്. പരമ്പരാഗത തൊഴിലുകളെ നശിപ്പിച്ചത് ഇവരാണ്. ഇങ്ങനെ കേരളത്തെ നശിപ്പിക്കാവുന്ന തരത്തിൽ മുഴുവനും നശിപ്പിച്ച് ഇപ്പൊ ആകെ ആളുകൾ കൂടുന്നൊരിടം ക്ഷേത്രങ്ങളാണ് എന്ന് കണ്ട് അവിടുത്തെ സമ്പത്ത് പിടിച്ചെടുക്കുക, ഒപ്പം ക്ഷേത്രങ്ങളിലെ ആരാധനയെയും അനുഷ്ഠാനത്തെയും അവഹേളിക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായ നാശത്തിനാണ് നിങ്ങൾ
നിങ്ങൾ നയിക്കുന്നത് എന്ന കാര്യം മാത്രമാണ് അത് പറയാനുള്ളത്. ഈ കളിയാണ് കേരളത്തിൽ മാത്രം നിങ്ങൾ ഒതുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ അതും നിർത്തിക്കോളാം. അതായത് തൃശൂർ പൂരം കലക്കിയതിന് നേതൃത്വം കൊടുത്ത വിദ്വാന്മാര് ഒരു തരത്തിൽ BJPക്ക് അത്ര അങ്ങോട്ട് ജയിക്കാനുള്ള വേരോട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല തൃശ്ശൂർ. പക്ഷേ അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലാത്ത വിശ്വാസികളും ചേർന്ന് സുരേഷ് ഗോപിനെ ജയിപ്പിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇതെല്ലാം പാഠങ്ങളാണ്. ശബരിമല തകർത്തതിന്റെ പേരിലാണ് മുഴുവനും സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോ അതിന് പിന്നീട് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തല്ലോ. വീട് കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞല്ലോ. കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞു. അതൊക്കെ വേറെ എപ്പിസോഡുകളാണ്. എന്താണെങ്കിലും ഇത് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്, തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. വേദവും ആഗവുമാണ് അതിന്റെ ആധാരം. ഇതൊന്നും അറിയാതെ വില്ലേജ് ഓഫീസ് വളയുകയും ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുകയും ഒക്കെ ചെയ്ത് പരിശീലനം സിദ്ധിച്ച ആളുകൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ്, പിന്നെ മതേതര ക്ഷേത്രങ്ങളും ഇവര് ഭരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിർത്തണം നിങ്ങളിത്. ഇതല്ലെങ്കിൽ സമൂഹം നിങ്ങളെ ഇവിടുന്ന് ഇപ്പൊ തന്നെ കെട്ടുകെട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരായി ജീവിക്കേണ്ടവരാണ്. അല്പമെങ്കിലും ശാന്തിയും സമാധാനവും ഉള്ള ഒരിടമാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ തകർത്താൽ അത് കേരളത്തിനെ താങ്ങാൻ സാധ്യമല്ല. നിങ്ങൾ കളിച്ച് ശബരിമല ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നമ്മൾ അനുഭവിച്ചതാണ്. പലതരത്തിൽ സാമ്പത്തികമായും അല്ലാത്ത രീതിയിലും ഒക്കെ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇടതുപക്ഷം ഈ തരത്തിലുള്ള കളികളിൽ നിന്നും പിന്മാറണം. നിങ്ങളുടെ പാർട്ടിയുടെ നയരേഖ അതിനു വേണ്ടിയിട്ട് മാറ്റണം. നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ നയരേഖ ഇത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റണം എന്നതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. യെസ്, ശ്രീ വിജി തമ്പി, ഇത് ക്ഷേത്രോത്സവമാണോ അല്ലെങ്കിൽ CPMന്റെ പാർട്ടി സമ്മേളനമാണോ? നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്താണെന്നറിയാത്ത, ആ ക്ഷേത്രത്തിലെ ചൈതന്യം എന്തെന്നറിയാത്തവർ ക്ഷേത്ര ഭരണസമിതിയിൽ വന്നാലുള്ള ദൂഷ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ഒരു കാവിക്കൊടി കെട്ടിയാൽ അതിനെ അഴിച്ചു മാറ്റാൻ പറയുന്നവരാണ് അവിടെ DYFIയുടെ ഫ്ലാഗ് സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ അവിടെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മരത്തിൻ്റെ മുകളിൽ പാർട്ടിയുടെ കൊടി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള യക്ഷിയമാൽത്തറ ആ ക്ഷേത്രത്തിൽ കാവിക്കൊടി എന്ന് പറഞ്ഞാൽ ഈശ്വരീയമാണത്. അത് ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടതാണ്. ആ കാവിക്കൊടിയിൽ യാതൊരു അടയാളങ്ങളുമില്ല. ഇപ്പോൾ BJPയുടെയോ അല്ലെങ്കിൽ മറ്റ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ അല്ലെങ്കിൽ RSSൻ്റെയോ ഒന്നുമില്ല. സാധാരണ കാവിക്കൊടി കെട്ടിയത് കാവിക്കൊടി കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂരമിറക്കി. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. കാര്യം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആ വലിയ ബലിക്കൽ പുരയിലാണ് ഈ പോലീസുകാർ ബൂട്ടുമുട്ട് നിൽക്കുന്നത്. മാത്രമല്ല മറ്റു കുറേ ആൾക്കാരും. ഒരു ഈശ്വര വിശ്വാസിയായ ഒരാൾ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ അയാൾ ഇനി ആരിടാൻ പറഞ്ഞാൽ പോലും അയാൾക്ക് ആ ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് കയറാൻ തോന്നുന്നില്ല. അപ്പോൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ പോലീസുകാരനായാലും പട്ടാളക്കാരനായാലും ആരായാലും അയാൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറില്ല. കാര്യം അത് എത്രയോ കാലങ്ങളായിട്ടുള്ള ആചാരമാണ്. അപ്പോൾ ആ ആചാരം ലംഘിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുള്ളവരാരും ഈശ്വര വിശ്വാസികളല്ല, അവരെല്ലാം ഈ CPMൻ്റെ അനുയായികളാണെന്നുള്ള കാര്യത്തിൽ 100% ശരിയാണ്. ഈ പോലീസിനെ മൊത്തം ചോപ്പാക്കിയിരിക്കുകയാണ്. ആ ചോപ്പാക്കിയതിൻ്റെ ഭാഗമാണിത്. നമ്മൾ കണ്ടതല്ലേ ശബരിമലയിൽ പൊന്ന് 18-ാം പടിയിൽ പോലീസുകാർ നിരന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. അത് വലിയ ഇഷ്യൂ ആയില്ലേ? അത് ഞാൻ ചോദിക്കട്ടെ, ഒരു 18-ാം പടി, ഇത്രയും പവിത്രമായ 18-ാം പടിയിൽ പോയി നിന്ന് ഭഗവാന് തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കുമോ? അപ്പോൾ അതുപോലുള്ള ആൾക്കാരാണ് ഇത്തവണ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കയറിയത്. പക്ഷേ അവിടുത്തെ കമ്മിറ്റിക്കാർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. അവരതിനെ തടയണമായിരുന്നു. പറ്റില്ല
എന്ന് പറയണമായിരുന്നു. ബൂട്ടിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അതെന്തുകൊണ്ടോ സംഭവിച്ചില്ല. എന്തോ കമ്മിറ്റിയിലും പാർട്ടിക്കാരാണല്ലോ. ഉണ്ടാവും. ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങൾ എന്താണെന്നറിയാത്ത, ക്ഷേത്ര ചൈതന്യത്തെ പറ്റി ബുദ്ധിയും വിവരമില്ലാത്തവർ കമ്മിറ്റികളിൽ കയറിയാലുള്ള ദോഷമാണ് ഈ പറയുന്നത്. കടയ്ക്കൽ ക്ഷേത്രത്തിലായാലും ശരി, അതിൽ കതിരൂർ ഇതുപോലെ ഒരിക്കൽ പണ്ട് വടക്കേ മലബാറിൽ ഇതുപോലെ ചെഗുവേരയുടെ പടം വെച്ചെന്ന് വലിയ ഇഷ്യൂ ആയതാണ്. വീണ്ടും ചെഗുവേരയുടെ പടം വെച്ചിട്ട്, ചെഗുവേരയുടെ പടമാണോ ക്ഷേത്ര ഉത്സവത്തിന് വെക്കേണ്ടത്? ആരായി ചെഗുവേര? അവൻ ആരാ? അയാളുടെ പടമാണോ ക്ഷേത്ര ഉത്സവത്തിൽ വയ്ക്കേണ്ടത്? പാർട്ടിയുടെ വലിയ ആളായിരിക്കാം, പക്ഷേ അത് ക്ഷേത്രമായിട്ട് എന്താ ബന്ധം? ആ പാർട്ടി സമ്മേളനത്തിൽ ചെഗുവേരയുടെയോ അല്ലെങ്കിൽ മാവോസോ തീങ്ങിൻ്റെയോ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ ആരെ പടം വയ്ക്കട്ടെ, ആർക്കും വിരോധമില്ലല്ലോ. ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ ഈശ്വരീയമായ കാര്യമാണ്. അവിടെ ഈശ്വരൻ്റെ പ്രതിബിംബങ്ങളെയാണ് അവിടെ വയ്ക്കേണ്ടത്, അല്ലാതെ ചെഗുവേരയുടെയോ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ പ്രതിബിംബങ്ങളെ അല്ല അവിടെ വയ്ക്കേണ്ടത്. അത് ഓരോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രങ്ങൾ, പണ്ട് ഈ ക്ഷേത്രങ്ങളെ പറ്റി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും വലിയ ചിന്തയില്ലായിരുന്നല്ലോ. ദേവസ്വം ബോർഡുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന കാലം എന്നാ വന്നത്? ഈ പറഞ്ഞ ശബരിമല വിധിക്ക് ശേഷമല്ലേ വന്നത്? അതിനുശേഷമാണ് മനസ്സിലായത് ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ അത് ക്ഷേത്രങ്ങളിലൂടെ പറ്റുമെന്ന്. അപ്പോൾ ക്ഷേത്രങ്ങളെ എങ്ങനെയും നശിപ്പിക്കുക, ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക, ഇത് കൃത്യമായ അജണ്ടയാണ്. ഈ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. അതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ കടയ്ക്കൽ നടക്കുന്നൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റൂ. പക്ഷേ അവിടെ ഉള്ളവർക്ക്, ആ ക്ഷേത്രത്തിൽ വരുന്ന യഥാർത്ഥ ഹിന്ദു ഭക്തർക്ക് അപ്പം മനസ്സിലാക്കാമല്ലോ. അവർ തടയണം. ആ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. നമുക്ക് ചില കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ പ്രതികരിക്കണം, അല്ലാതെ ഇന്ന് കാണുന്ന കാര്യത്തിൽ നാളെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് തടയുക തന്നെ വേണം. ഇപ്പോൾ ആറ്റുകാലിൽ സംഭവിച്ചു. ആറ്റുകാലിൽ ഇപ്പോൾ കമ്മിറ്റിക്കാരില്ലെങ്കിലും അവിടെ എത്രയോ ഭക്തജനങ്ങളുണ്ടായിരുന്നു. അവർക്ക് തടയാമല്ലോ. പറ്റില്ല എന്ന് പറയാമല്ലോ. പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. എപ്പോഴും ഇഷ്യൂ ഉണ്ടായാലേ പരിഹാരം ഉണ്ടാവും, അല്ല പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കതിരൂർ, അത് വരുമ്പോൾ ആൾക്കാർ തടയണം. അപ്പോൾ ഇനി ഞങ്ങളുടെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. കടയ്ക്കലും കതിരൂരൊക്കെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. ശക്തി കേന്ദ്രങ്ങളാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും പ്രതികരിച്ചാൽ, ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് താങ്കൾക്കറിയാലോ. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവർ പ്രതികരിക്കില്ല. ഇപ്പോൾ പാർട്ടിക്ക് അകത്തുള്ളവർക്ക് പോലും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവും, അമർഷമുണ്ടാവും, എതിർപ്പുണ്ടാവും. പക്ഷേ എങ്കിലും അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ഇപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ ശ്രീ നടേശൻ പറഞ്ഞതുപോലെ ഇത് അവരുടെ കാലിൻ്റെ മടിയിലെ മണ്ണാണ് ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം ഹിന്ദുക്കൾ ഇപ്പോൾ CPM-ലായാലും ഏത് പാർട്ടിയിലായാലും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും. പലപ്പോഴും ഈ ഭയന്നിട്ടായിരിക്കും ചിലപ്പം വിശ്വാസം പുറത്ത് പറയാത്തത്. മാത്രമല്ല, ഇതിലുള്ള ഏറ്റവും വലിയ ദോഷം വരുന്നില്ല, ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഹേളിക്കുന്നതോടുകൂടി ഇവിടെ കേരളത്തിൽ മതസൗഹാർദ്ദമാണ് നശിക്കാൻ പോകുന്നത്. പല ക്ഷേത്രങ്ങളിലും മറ്റ് മതസ്ഥരും പോലും അവിടുത്തെ ഉത്സവങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി നടക്കുന്ന ഉത്സവത്തിൽ ഇസ്ലാം സമുദായം വളരെ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ചന്ദനക്കുടത്തിലും ഇവിടുന്ന് ഹിന്ദുക്കളുടെ സഹായമുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലായാലും എത്രയോ അന്യമതസ്ഥർ അവിടെ വന്ന് പൊങ്കാലയിടുന്നു. അപ്പോൾ അവരൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗഹാർദ്ദം പോലും തകർക്കാൻ, അതായത് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി മുട്ടനാടിനെ കൂട്ടിയിടിച്ച് അതിൻ്റെ ചോര കാണാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വർഗമായി CPM അധപ്പതിച്ചിരിക്കുന്നു. കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. വളരെ സങ്കടം തോന്നും. കാരണം ഇതിന് മുമ്പുള്ള കാലത്ത് അതില്ലല്ലോ. ഇപ്പോൾ അവർക്ക് അവരുടേതായ കാര്യം, പാർട്ടിയുടെ കാര്യം നോക്കട്ടെ, ഭരിക്കേണ്ട എന്ന് പറയുന്നില്ല നമ്മൾ. മറ്റുള്ള കാര്യങ്ങളിൽ എന്തിനാണ് അനാവശ്യമായി ഇടപെടുന്നത്? ക്ഷേത്ര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലായാലും ശരി, മറ്റ് ക്ഷേത്രങ്ങളിലായാലും ശരി, ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തീരെ അവഹേളിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ എന്തിനാണ് പെരുമാറുന്നത്? മറ്റ് അവിടുത്തെ തന്ത്രിമാരെ ആയാലും അവിടുത്തെ ആൾക്കാരെ ആയാലും തീരെ അവഹേളിക്കുന്നു. അപ്പം ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന് പറയുമ്പോൾ ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്നവരാണ്. ആ ക്ഷേത്രമാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ആത്മീയ കേന്ദ്രം. ഒരു ആത്മീയതയോടുകൂടിയാണ് അവരോട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു പണം വാങ്ങുന്ന അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന രീതിയിലല്ല ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ പോലെ ക്ഷേത്രത്തിൽ പൂജാരിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അയാൾക്ക് അവധിയുണ്ടോ? അയാൾക്ക് ഈ പറഞ്ഞ 365 ദിവസവും അയാൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്യണ്ടേ? അതോ വെളുപ്പിനെ 2 മണിക്കോ 3 മണിക്കോ ക്ഷേത്രത്തിൽ വന്നാൽ ഒരു 10-11 മണിക്ക് തിരിച്ചു പോയാൽ വീണ്ടും വൈകുന്നേരം 4 മണിക്ക് വന്നാൽ രാത്രി 10-11 മണിക്കായിരിക്കും തിരിച്ചു പോകാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരു ദിവസം അവധി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ക്ഷേത്രത്തെ അത്രത്തോളം കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറക്കാരോ ചെയ്തു പോകുന്നത് തുടർന്നു പോരാണ് അവർ. അപ്പോൾ ആ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. മറ്റ് ക്ഷേത്ര ജീവനക്കാരായാലും പ്രവർത്തിക്കുന്നു. ഭക്തരെയാണ് എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്? മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പോലെയല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശക്തി കേന്ദ്രങ്ങളാണ്. അത് ആ ഭഗവാന്റെ സ്വരൂപമാണ്. അവിടെ
ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നാൽ ഇപ്പോൾ ശബരിമല അയ്യപ്പ ക്ഷേത്രമായാലും ശരി, അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായാലും ശരി, ഈ ക്ഷേത്രങ്ങളൊന്നും ഭഗവാന്റെ അല്ല. ഭഗവാൻ ഇരിക്കാൻ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. ആൾക്കാരുടെ മനസ്സിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവത് ചൈതന്യം. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ്. അവർക്ക് വരുമ്പോൾ അവരുടെ ആവലാതികൾക്ക് പരിഹാരം കാണാനും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനും അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമാണ്. അവിടെ വരുമ്പോൾ ആ പവർ, അവിടുത്തെ ചൈതന്യം അവരിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. ആ ചൈതന്യത്തിലാണ് അവർ, ആ ചൈതന്യം മനസ്സിലാക്കാനാണ് അവർ ക്ഷേത്രത്തിൽ വരുന്നത്. അല്ലാതെ മറ്റ് ആരാധനാലയങ്ങൾ പോലെ പോയിരുന്ന് ജപിച്ചോ അല്ലെങ്കിൽ കുമ്പസാരിച്ചോ അല്ലെങ്കിൽ കുർബാന കൂടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇപ്പം നിസ്കരിച്ചോ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. അവിടെ ഒരു ഹാളാണ്. ആ ഹാളിൽ നമുക്ക് ഇപ്പോൾ നിസ്കരിക്കുന്നത് ഒരു മോസ്കിൻ്റെ ഹാൾ, ആ ഹാളിൽ നിസ്കരിക്കുന്നു. അത് പല സ്ഥലത്ത് നിസ്കരിക്കാം, അത് പ്രശ്നമില്ല. അവിടെ അല്ലാതെ മറ്റവിടെ ബിംബങ്ങളോ അവിടെ മറ്റ് പ്രതിരൂപങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ പോയാൽ കുരിശുണ്ട്. കുരിശിപ്പം വീട്ടിൽ വെച്ചാൽ അവിടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുമ്പസരിക്കാം, അല്ലെങ്കിൽ കുർബാന കൊള്ളാം. അപ്പോൾ അതിനൊക്കെ ചെയ്യാം. അതുപോലെയല്ല ക്ഷേത്രങ്ങൾ ആ ഈശ്വര ചൈതന്യത്തെ പൂർണ്ണമായും ആവാഹിച്ച് ആ രീതിയിൽ തന്ത്രവിദ്യ പ്രാധാന്യമായിട്ട് തന്ത്രി സ്ഥാപിച്ച്, പിതൃസ്ഥാനത്തുള്ള തന്ത്രിയും അതുപോലെ പൂജാരികളും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് വടക്കേ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തുലവും വ്യത്യസ്തമാണ്. ഇവിടുത്തെ പൂജാവിധികളിലൂടെയും നേദ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിലൂടെയും സപ്താഹം ഉൾപ്പെടെയുള്ള പല കർമ്മങ്ങളിലൂടെയാണ് ആ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. ആ ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചാൽ മാത്രമേ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റേതായ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഓരോ ചടങ്ങുകൾ നടത്തുന്നത്. ഉത്സവം എന്തിനാ? ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് എന്തിനാ? ഭഗവാന് വേണ്ടിയാണോ ഉത്സവം നടത്തുന്നത്? അല്ല. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒത്തുകൂടാനും അവർക്ക് അവരുടെ, പണ്ട് ക്ഷേത്രങ്ങൾ എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ പൂജാസ്ഥാനങ്ങൾ മാത്രമായിരുന്നില്ല. ക്ഷേത്രങ്ങളിലായിരുന്നു ഇവിടെ കലയും ഇവിടുത്തെ സാഹിത്യവും സംസ്കാരവും എല്ലാം. എല്ലാ കാര്യങ്ങളും അവിടെ വളർന്നു വന്ന ക്ഷേത്രങ്ങളിലാണ്. ആ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് അവിടുത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലുള്ളവർക്കെല്ലാം ഒത്തുകൂടാനും ആ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് ഉത്സവം. അല്ലാതെ ഭഗവാന് വേണ്ടിയുള്ള ഉത്സവമല്ല. ഭഗവാനുള്ള ഉത്സവം എന്ന് പറയുന്നത് അകത്ത് കിടക്കുന്ന പൂജാതി കർമ്മങ്ങളാണ്, അതല്ല ഉത്സവം. അപ്പോൾ ആ ഉത്സവത്തിൽ ഇത്തരം കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഉത്സവത്തിൽ കൊണ്ടുവരിക എന്നത് തെറ്റാണ്. സത്യം പറഞ്ഞാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളിൽ ക്ഷേത്രീയ കലകൾ മാത്രമേ അവതരിപ്പിക്കാവൂ. ഈ പറഞ്ഞ ഡാൻസും കൂത്തും അല്ലെങ്കിൽ ഈ മിമിക്രിയും അങ്ങനെയുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. പക്ഷേ ക്ഷേത്രകലകൾ പഠിച്ച എത്രയോ പേർ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ അവരെയെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന ഒരു സ്ഥലമായി ക്ഷേത്രങ്ങൾ മാറ്റുന്നു. അത് തെറ്റ് തന്നെയാണ്. കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കീഴിൽ ഏകദേശം 200 ചില്ലാനും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രകലയല്ലാതെ കഥകളിയോ അല്ലെങ്കിൽ കൂടിയാട്ടമോ അല്ലെങ്കിൽ കൂത്തോ അല്ലെങ്കിൽ ഓട്ടംതുള്ളലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ഷേത്രീയ കലകൾ മാത്രമേ അവിടെ അവതരിപ്പിക്കാവൂ. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അല്ലാതെ ഇതുപോലുള്ള മിമിക്രിയും ഡാൻസും പാട്ടും കൂത്തും കാണിച്ച് അതിനുവേണ്ടി ആൾക്കാർ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന തെറ്റാണ്, ക്ഷേത്രീയമായ കാര്യമല്ല. അഡ്വക്കേറ്റ് ബി എൻ അസ്ക, കൊല്ലത്തുകാരനായതുകൊണ്ട് കടക്കലിൽ നടന്ന സംഭവങ്ങൾ അതിനെക്കുറിച്ച് ഒരുപക്ഷെ അസ്കറിന് കൂടുതൽ നന്നായി പറയാൻ സാധിക്കും. അസ്കർ, ഈ പരിപാടി സ്പോൺസർ ചെയ്തത്, അലോഷിയുടെ ഗാനമേള സ്പോൺസർ ചെയ്തത് CPM നിയന്ത്രണത്തിലുള്ള വ്യാപാരി വ്യവസായ സമിതി. ആ വേദിയിലും ഇദ്ദേഹത്തെ ആദരിച്ചല്ലോ. ആ വേദിയിലും അതുപോലെ ഈ മുൻനിരയിൽ, ആ മുൻനിര CPM നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടു എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അവിടെ ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ ലോക്കൽ സെക്രട്ടറി, മറ്റുള്ളവരൊക്കെ ഇരുന്നു. കഴിഞ്ഞ വർഷവും ഇതേപോലെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാണികളുടെ ആവശ്യപ്രകാരം പാടി എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ കാണികൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡൻറ്റ് CPM ഇരട്ടക്കുളം ബ്രാഞ്ച് സെക്രട്ടറി വികാസാണ്. മാത്രമല്ല, സർക്കാർ ജീവനക്കാരൻ ഉൾപ്പെടെ ഉത്സവ കമ്മിറ്റിയിൽ ബാഡ്ജും അണിഞ്ഞ് വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചു. അസ്കർ, ഒറ്റ കാര്യം പറയാനുള്ളൂ. നേരത്തെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ നടക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് നടേശൻ സാറും അതുപോലെ ശ്രീ ബിജി തമ്പിയും കൃത്യമായിട്ട് അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള ഒരു സ്ഥലത്താണോ പുഷ്പനെ അറിയാമോ 100 പൂക്കളെ എന്നൊക്കെ പാടേണ്ടത്? അസ്ക ഒരു കടുത്ത പാർട്ടിക്കാരൻ എന്ന നിലയിൽ ചിന്തിക്കാതെ താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഇതില് ആരാധനാലയങ്ങൾ എപ്പോഴും ആധ്യാത്മികതയുടെ കേന്ദ്രങ്ങളും ആധ്യാത്മിക അന്വേഷണത്തിന്റെ സാധ്യതകളുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ കേരളത്തിലെ
ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ പിടിയിലകപ്പെടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പിടിയിൽ ക്ഷേത്രങ്ങൾ അകപ്പെട്ടു പോയിട്ടുള്ളതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദി കേരളത്തിലെ RSS ആണ്. RSSന്റെ ശാഖകൾ നടത്തിയിട്ടുള്ളത് ക്ഷേത്ര മൈതാനത്താണെന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും നമ്മുടെ മുന്നിൽ വേണ്ട. ഏതൊക്കെ ക്ഷേത്ര മൈതാനത്തുണ്ടോ ആ ക്ഷേത്ര മൈതാനത്തെല്ലാം കേരളത്തിന്റെ RSSന്റെ ശാഖകൾ നടത്തുകയും അതിനൊരു രാഷ്ട്രീയ ഭേദമന്യേ അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അല്ല എന്ന അഭിപ്രായമുള്ളത്. RSSന് ക്ഷേത്ര മൈതാനത്തിനുള്ളിൽ അവരുടെ ഡ്രില്ല് നടത്താമെങ്കിൽ അല്ലെങ്കിൽ ശാഖ നടത്താമെങ്കിൽ നിശ്ചയമായും മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ പിടിക്കാവുന്നതാണോ? അല്ല, ഒറ്റ കാര്യം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന വിഭാഗം നിങ്ങൾ തന്നെ പറയാണ് നമുക്കിതിലൊന്നും വിശ്വാസമില്ല. ഈ അവിശ്വാസിക പിന്നെ എന്തിനാണ് സാറ് ഈ ക്ഷേത്ര ഭരണം കൈയാളുന്നത്? നിങ്ങൾക്ക് എന്താ താല്പര്യം? നിങ്ങളുടെ ഏരിയ അല്ലല്ലോ അത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് RSSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കവർന്നെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ ഉണ്ട്, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അവർ ക്ഷേത്ര ഉപദേശക സമിതികളിലും ക്ഷേത്ര ഭാരവാഹിത്വത്തിലേക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. സ്വാഭാവികമായി കടയ്ക്കൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമം കൂടിയാണ്. കടയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓരോ ജീവിത സ്പന്ദനങ്ങളിലും CPM-ന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ സ്വന്തമായി സാധാരണ മനുഷ്യന് പട്ടിണിരഹിത ഗ്രാമം എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് വിശപ്പകറ്റുന്നതിനു വേണ്ടി പാർട്ടിയുടെ നേതൃത്വത്തിൽ, DYFയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സാമൂഹിക കിച്ചൺ നടത്തി വരുന്ന എല്ലാ ദിവസവും നടക്കുന്ന ഒരു സാമൂഹിക കിച്ചൺ അവിടെ നടക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ ഏതു സമസ്ത മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന പാർട്ടി സംവിധാനമുള്ള ഒരു ഗ്രാമമാണ് കടയ്ക്കൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് കുറച്ച് രാഷ്ട്രീയ അവബോധമുള്ള ആളുകളാണ്. അപ്പൊ ക്ഷേത്രോപദേശക സമിതിയിൽ അങ്ങ് പറയുന്ന പോലെ ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. സ്വാഭാവികമായും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടും. എങ്ങനെയാണ് ഈ ക്ഷേത്രോപദേശ സമിതിയുടെ വരവുകളെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് അങ്ങേക്ക് നല്ലതുപോലെ അറിയാം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രോപദേശ സമിതിയിൽ പലയിടങ്ങളിലും ഞറുക്കെടുപ്പിലൂടെ താല്പര്യമുള്ള വ്യക്തികൾ പേര് വാങ്ങി ഞറുക്കെടുപ്പിലൂടെയാണ് ഈ കമ്മിറ്റി ഫോം ചെയ്യാറുള്ളത്. അല്ലാതെ ഇതൊരാൾക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഇച്ഛ എന്ന അർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം ക്ഷേത്രോപദേശ സമിതി പ്രവർത്തകരെ നമുക്കറിയാം. അപ്പോ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ക്ഷേത്ര കലകളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകലകളല്ലാതെ മറ്റൊന്നും നടത്തരുത് എന്നുള്ളതിനാണ്. നമുക്കറിയാം, ഇപ്പോ DJ അടക്കം ക്ഷേത്രങ്ങളിൽ നടത്തുന്നുണ്ട്. ഡിസ്ക് ജോക്കി സാന്നിധ്യത്തിൽ സംഗീത നിശിയും അതിനനുസരിച്ച് തുള്ളി തിമർത്താടുന്ന ആളുകളെയാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തിയിരുന്ന ആറാട്ടിന് പോലും ഇന്ന് അതിന്റെ സാഹചര്യം മാറിയിട്ടുണ്ട്. ആറാട്ടിന് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നാടി ചുറ്റി കാണാൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങളെ കണ്ട് തൊഴുതുന്നതിന് വേണ്ടി വരുന്ന ഘട്ടത്തിൽ അവിടെ കാണുന്നത് ഈ ഡിസ്ക് ജോക്കിയും അതുപോലുള്ള ഡിസ്കോയും ബ്രേക്ക് ഡാൻസും ഒക്കെ കളിച്ച് മുന്നിൽ പോകുന്ന ആളുകളെയാണ് പലപ്പോഴും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇതൊരു വലിയ അപജയം തന്നെയാണ്. അത് ഹൈന്ദവ സമൂഹവും കേരളത്തിന്റെ പൊതുസമൂഹവും കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ബോധോദയം ഉണ്ടാവേണ്ടതിന്റെ സാഹചര്യത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ ക്ഷേത്രകലകളുമായി ഉപാസിച്ച് ജീവിച്ചിരുന്ന സാധാരണ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പട്ടിണി കിടക്കേണ്ടി വരികയും അവർക്ക് അവസരം ലഭിക്കാതെ വരികയും മാത്രമല്ല അവർ വന്നിപ്പോ ഇത്തരത്തിലൊരു കഥകളി നടത്തിയാൽ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കഥകളി നടത്തിയാൽ എത്ര ആളുകൾ ആ കഥകളി ആസ്വദിക്കാൻ എത്തും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ഓട്ടംതുള്ളൽ ഉണ്ടായാൽ അത് എത്ര ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറുപ്പക്കാരെയും മഹാഭൂരിപക്ഷം ആളുകളെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇത്തരം സംഗീത വിരുന്നുകൾ ക്ഷേത്ര കലകളിൽ സ്ഥാനത്ത് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സംഗീത വിരുന്നുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ വന്നപ്പോൾ അലോഷിയെ പോലുള്ള ഒരു ഇടതുപക്ഷ സംഗീതം അല്ലെങ്കിൽ ഇങ്ങനെ ഇടതുപക്ഷ സംഗീതം ആലപിക്കുന്ന അലോഷിയെ തീരുമാനിക്കുകയും അലോഷിയുടെ സംഗീത വിരുന്ന് ക്ഷേത്രോപദേശ സമിതി അവിടെ നടത്തുകയും ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ കൂടിയ ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുക്കുന്നു. സ്വാഭാവികമായ ആ നിർദ്ദേശം പ്രേക്ഷകരുടെ ആവശ്യത്തിനനുസരിച്ച് അലോഷി അവിടെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭാഗമായി അത്
ഒരിക്കലും ഇത്തരം കലാവിരുന്നുകൾ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമല്ല എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കണം. അങ്ങേക്ക് ഇതൊക്കെ നല്ലതുപോലെ അറിയാം. എന്തുകൊണ്ടെന്നാൽ ഇത് ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ക്ഷേത്രാങ്കണത്തിലല്ലേ അത് നടക്കുന്നത്, ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. നാലുകെട്ടിനുള്ളിൽ എന്തായാലും നാലുകെട്ടിലല്ലല്ലോ ഇത് നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പറമ്പുകളിലായിരിക്കും, അല്ലെങ്കിൽ വേദികളിലായിരിക്കും ഇത്തരം നടക്കുന്നത്. നാലുകെട്ടിനുള്ളിൽ എപ്പോഴും ആചാരങ്ങളും സാങ്ക്ടം സാങ്ക്ടോറിയത്തിന്റെ പവിത്രത വരുന്ന തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുമാണ് എല്ലാ കാലത്തും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുള്ളത്. അത് അത്തരത്തിൽ തന്നെ തുടർന്നു പോകുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽത്തറയിൽ CPM-ന്റെ കൊടിതോരണങ്ങളുണ്ട്. ആൽത്തറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അസ്കറിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. CPM-ന്റെ കൊടിതോരണങ്ങൾ വിഷ്വൽസ് വേണമെങ്കിൽ ഇപ്പൊ പ്ലേ ചെയ്യാം. അല്ലല്ല, ഉണ്ട്, ഞാൻ കണ്ടു. ഞാനത് കണ്ടല്ലോ. ഞാനത് കണ്ടതാ. അതൊക്കെ ഒരു പക്ഷേ അമിത സാങ്ക്ടത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഇത് അമ്പലപ്പറമ്പിൽ നടക്കുന്നതല്ലേ, അവിടെ ഈ ക്ഷേത്രാങ്കണമല്ല. അല്ല, ഒരു തരത്തിൽ അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അങ്ങനെ പറയുമ്പോഴും അസ്കർ ഇതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനല്ല, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരം കലാവിരുന്നുകളല്ല യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ നടത്തേണ്ടിയിരിക്കേണ്ടത്. അത്തരം ഒരു അഭിപ്രായം എനിക്കുള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നു. അല്ല, പുല്ലോട് കൂർമ്മക്കാവിലെ ഈ ചെഗുവേരയുടെ കൊടിയുമായിട്ട് ഈ സാങ്ക്ടത്തിലാണ് സർ പ്രവേശിച്ചിരിക്കുന്നത്. അല്ല, ഇതില് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ഓരോ വ്യക്തികൾക്കുണ്ടാവുന്ന ചില മനോവൈകല്യത്തിന്റെ കൂടി പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ആ മനോവൈകല്യത്തിന്റെ ഭാഗമായി ചില രാഷ്ട്രീയ അപ്രമാദിത്വം കാണിക്കുന്നതിന് വേണ്ടി ചിലപ്പോ ചില ആളുകൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രത്യയശാസ്ത്രത്തെയും വലിയ രാഷ്ട്രീയത്തെയും അങ്ങനെ അപമാനിക്കാൻ പറ്റില്ല. ചെഗ്വേര ആരായിരുന്നു എന്നും എന്തായിരുന്നു ചെഗ്വേരയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും പല ആളുകൾക്കും ചെഗ്വേരയെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടി വരും. അഡ്വക്കേറ്റ് അസ്ക, ഇത് വിമർശന വിധേയമാകുമ്പോൾ അല്ലേ, അത് ആരാണ് തിരിച്ചറിയേണ്ടത്? ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അത് ആരാണ് നിയന്ത്രിക്കേണ്ടത്? കൃത്യമായിട്ട് അറിയാലോ താങ്കൾക്ക് ആരാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ അവരിത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുകയാണ്. വൈ? അല്ല, ഇതൊന്നും പാർട്ടിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടി കേഡർമാരായിട്ട് ചെയ്തു വെക്കുന്നതൊന്നുമല്ല. അല്ല, പക്ഷെ അജണ്ടയാണ്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതാണ് ഞാൻ നടേശൻ സാറിനോട് പറഞ്ഞല്ലോ. അതായത് കൃത്യമായിട്ട് ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ഷേത്ര കമ്മിറ്റികളിൽ കയറണം, ക്ഷേത്ര ഭരണസമിതിയിൽ ഇടം പിടിക്കണം, പിന്നെ ഈ ഉപദേശക സമിതിയിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് സർക്കുലറുണ്ട്. അങ്ങനെയാണ് ഈ പാർട്ടി എങ്ങനെയാണ് ഹിന്ദുക്കളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഒക്കെ കടന്നു കയറേണ്ടത് എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇതൊന്നും അവിടെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ അസ്കർ നേരത്തെ പറഞ്ഞല്ലോ വകതിരിവില്ലാത്തവർ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. പക്ഷേ എങ്കിലും ഇവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംശയമില്ല അഡ്വക്കേറ്റ് അസ്കർ. അല്ലെ, ഇതിനങ്ങനെ നമ്മളൊരു ഓൺ ചെയ്തുകൊണ്ട് പറയുകയും പാടില്ല. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലോ ഒന്നും തന്നെ യഥാർത്ഥ പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപരമതത്തെയോ അല്ലെങ്കിൽ സ്വന്തം മതത്തെയോ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാവില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതവും അവന്റെ മനസ്സും എന്ന് പറയുന്നത് ഏതൊരു ആചാരത്തെയും അതുപോലെ തന്നെ ബഹുമാനിക്കാനുള്ള ഹൃദയം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതാണ് ജയിലും ഒക്കെ നാം കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മനുഷ്യന് നൊന്താൽ ആ നോവുന്നത് തനിക്ക് കൂടിയാണെന്ന ബോധമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെ അപമാനിക്കാനോ വേദനിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. അതിൽ ഇപ്പോ ഈ ക്ഷേത്രത്തിൽ ഒരു ചെഗ്വേരയുടെ കൊടി വന്നപ്പോ സ്വാഭാവികമായും നിങ്ങളെല്ലാവരും അസംതൃപ്തരാകുന്ന എന്തുകൊണ്ടെന്നാൽ നാളിതുവരെ അവിടെ RSSന്റെ കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളിടത്താണ് ഇപ്പോ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കൊടി കാണുമ്പോൾ RSSന്റെ കൊടി എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ശ്രീ വിജി തമ്പി അത് കൃത്യമായിട്ട് പറഞ്ഞു. കാവിത്തോരണങ്ങൾ പോലും അഴിച്ചു മാറ്റണം. നമ്മൾ കണ്ടതാണ് ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളായണി ദേവീക്ഷേത്രത്തിൽ അല്ലേ. ഇപ്പൊ ഇതാ ആൽത്തറ, വെള്ളയമ്പലം ആൽത്തറ ദേവീക്ഷേത്രത്തിൽ അവിടെ പിന്നെ മ്യൂസിയം SHOയുടെ
സർക്കുലർ വന്നിരിക്കുക. അതൊന്നും പാടില്ല എന്ന്. അഥവാ കാവിത്തോരണം ഉയർത്തിയാൽ അയാളെ കസ്റ്റഡിയിലെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ സാർ? ശ്രീ വിജി തമ്പി. അതായത് 2-3 കാര്യങ്ങൾ ശ്രീ അസ്കർ പറഞ്ഞ 2-3 കാര്യങ്ങളിലാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റികൾ അവിടുത്തെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതിയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുപ്പ് പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാർട്ടിക്കാരല്ലാത്തവർക്കാണ് അവിടെ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് നിർദ്ദേശമുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ആ അപ്പ കൂട്ടിയിരിക്കുന്ന കമ്മിറ്റിയെ പിരിച്ചുവിടും. കമ്മിറ്റി അല്ല, അപ്പോഴത്തെ ആൾക്കാർ അവിടെ അഡ്ജേൺ ചെയ്യും, ആ മീറ്റിംഗ് അഡ്ജേൺ ചെയ്തിട്ട് അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിനെ അവിടെ ഇതാണ് കമ്മിറ്റി എന്ന രീതിയിൽ പ്രഖ്യാപിക്കാം. ഇതാണ് അതിൻ്റെ അടുത്ത നടപടി. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ പല ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലാണ് അവിടെ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. പല 100 രൂപയോ 10 രൂപയോ പല എമൗണ്ടുകളുണ്ട് ഓരോ അംഗത്വം എടുക്കാൻ. ആ അംഗത്വം കൃത്യമായിട്ട് ആ അംഗത്വ ചീട്ടുകൾ വിതരണം ചെയ്യുന്നത് പോലും CPM-ൻ്റെ പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ അനുബന്ധ സംഘടനകളിലോ ഓഫീസുകളിലാണ്. അത് അങ്ങനെ ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യം ഇല്ലായിരുന്നല്ലോ. ശ്രീ അസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം CPM എന്ന് പറയുന്ന ഇത്രയും ഉദാത്തമായ ഒരുപാട് ചിന്തയുള്ളൊരു പാർട്ടിയാണ്. അവിടെ എന്തിനാണ് ഇങ്ങനെ അനാവശ്യത്തെ കരുതി വരുന്നത്? ഇപ്പോൾ അടുത്ത കാലത്തല്ല, പണ്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങളില്ലാതാകും. ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ളത് CPM-ൻ്റെ മുന്നേ ഉള്ള അജണ്ടയാണ്, ഇപ്പോഴത്തെ അജണ്ടയല്ല. വർഷങ്ങൾക്ക് മുമ്പ് EMS നമ്പൂതിരിപ്പാട് പരസ്യമായി പറഞ്ഞ കാര്യമാണ്, ഒരു ക്ഷേത്രം നശിച്ചാൽ ആ ക്ഷേത്രത്തിൽ അത്രത്തോളം അവിടുത്തെ ആ അന്ധവിശ്വാസമില്ലാതാകുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് കടന്നു കയറുന്നത്? പിന്നെ അസ്കർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ അതായത് നാലമ്പലത്തിനകത്തല്ല നടന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് ശ്രീ അസ്കറിന് അറിയാമോ? ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്, ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം, ആ പവർ എന്ന് പറയുന്ന ആ ചുറ്റളവിൽ മൊത്തം, ഒരു ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമം മൊത്തം പകർന്നു നിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ പവർ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ മുഴുവനാണ്. കൊടിമരത്തിൽ നിന്ന് ഇത്ര അകലത്തിലേക്കാണ് ആ പവറിൻ്റെ നിൽക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തി ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കൊടിമരം കണ്ട് തൊഴുതാൽ മതി. ആ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യമാണ് കൊടിമരം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് കൊടി ഉയർത്തുന്നത്. ആ കൊടി ഉയർത്തുന്നത് പോലും അതിൻ്റേതായ ഒരു വലിയ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സഹസ്രാര പത്മമാണ് കൊടിമരം എന്ന് പറയുന്നത്. അതിലേക്ക് മൂലാധാരത്തിൽ നിന്ന് ആ കൊടി ഉയർത്തി സഹസ്രാര പത്മത്തിൽ നിർത്തുകയാണ്. പണ്ട് കേട്ടിട്ടില്ലേ, കൊടിയേറ്റം കണ്ടാൽ കൊടിയിറക്കവും കാണണമെന്ന്. കാര്യം ഈ സഹസ്രാര പത്മത്തിലേക്ക് മൂലാധാരത്തിൽ കൊണ്ടുവന്ന് കൊടി കെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചത് ഇറക്കി പോകുന്നത് വരെ കാണണം. അതാണ് ഉത്സവം. അത്ര ഉദാത്തമായൊരു സങ്കല്പമാണ് ഉത്സവം. ആ ഉത്സവത്തിനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തക്കട തരികട പരിപാടികൾ കാണിക്കുന്നത്. ഈ പറഞ്ഞ ഇങ്ങനത്തെ പാട്ടുകൾ അവതരിപ്പിക്കുന്ന സ്ഥലമാണോ? ശ്രീ അസ്കർ സമ്മതിച്ചു. കാരണം ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ തന്നെയാണ്. ഇപ്പോൾ അത് കാണാൻ ആൾ വരുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ക്ഷേത്രങ്ങളിൽ ആളെ കൂട്ടാനല്ലല്ലോ ക്ഷേത്രങ്ങൾ, അതിന് വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. ആളെ കൂട്ടാൻ മറ്റു പല കേന്ദ്രങ്ങളും ഇല്ലേ? ക്ഷേത്രങ്ങളിൽ വരുന്ന വിശ്വാസികളാണ്. ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ വന്നാൽ മതി, അവർ വന്ന് കണ്ടാൽ മതി. അപ്പോൾ അവിടെ പണം പിരിക്കുന്നത് വിശ്വാസികളിൽ നിന്നല്ലേ, അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ലല്ലോ ഈ പണം പിരിക്കുന്നത്. ക്ഷേത്ര വിശ്വാസികളാണല്ലോ ഉത്സവം നടത്താനായാലും ക്ഷേത്ര പുനരുദ്ധാരണത്തിനായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും പണം കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന പണം അത് കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രത്തിന് യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ ചെയ്യാവൂ. ആൾ വരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, വരുന്നവർ വന്നാൽ മതി. ആ ക്ഷേത്രത്തിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ ആ പരിപാടി കാണാൻ താല്പര്യമുള്ള. പക്ഷേ അതുകൊണ്ട് കുറേ കുടുംബങ്ങൾ രക്ഷപ്പെടും. ഈ ഈ പറഞ്ഞ ഈ കലകൾ പഠിച്ച് പാരമ്പര്യമായിട്ട് അത് ചെയ്തു പോരുന്ന എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. ആ കുടുംബങ്ങൾ രക്ഷപ്പെടും. ആ കുടുംബങ്ങളുടെ രക്ഷപ്പെടില്ല, ആ കുടുംബങ്ങളുടെ ഒരു പ്രാർത്ഥന അത് ആ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കും ലഭിക്കും. അല്ലാതെ ഈ പേക്കൂത്ത് കാണിച്ച അത് കാണാൻ കുറെ ആൾക്കാർ വരുമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ക്ഷേത്രത്തിനോ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ? ചൈതന്യം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അജണ്ട ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക. ക്ഷേത്രത്തിനെ എങ്ങനെയല്ല നശിപ്പിക്കാമോ? ഇപ്പം ഈയിടയ്ക്ക് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് സംസാരിച്ചു. കാര്യം ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ശുദ്ധത വരുത്തണം. ഇവിടെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരിക്കലും ക്ഷേത്രങ്ങൾക്ക് ചേരാൻ പറ്റാത്ത അശുദ്ധമായ വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണയായാലും നെയ്യായാലും കർപ്പൂരമായാലും ചന്ദനത്തിരിയായാലും പൂക്കളായാലും നേദ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അശുദ്ധമായ സാധനങ്ങളാണ് മിക്ക ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? ആ ക്ഷേത്രത്തിലെ ചൈതന്യമാണ് നശിക്കുന്നത്. അപ്പോൾ ചൈതന്യം നശിപ്പിക്കുക, ക്ഷേത്രത്തെ നശിപ്പിക്കുക, ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങളെ നശിപ്പിക്കുക, ഈ ഒരു അജണ്ടയാണ്.
കാര്യം ഇപ്പോൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞു കാവിക്കൊടിയല്ല RSSന്റെ ആണെന്ന്. എന്തുദ്ദേശത്തിലാണ് പറയുന്നത്? RSS നിലവിൽ വരുന്നത് 100 വർഷമാകുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പേ കാവിക്കൊടിയില്ലേ? ക്ഷേത്രങ്ങളുടെ ഇതില്ലേ ആ കാവിക്കൊടി ആ RSS സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ RSSന്റെ പേരെഴുതിയോ അല്ലെ RSSന്റെ ചിഹ്നം വെച്ചിട്ടോ കൊടികളല്ലല്ലോ ക്ഷേത്രങ്ങളിൽ കെട്ടുന്നത്. ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായിട്ട് കാവി കൊടി കെട്ടാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്ര ഉത്സവത്തിന് കൊടി ഉയർത്തുന്ന ഉത്സവത്തിന് എന്താ? ആ ഉത്സവത്തിന്റെ കൊടിക്കൂറ എന്താ? കാവിയല്ലേ? അതെ. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമാണോ കൊടിക്കൂറയായിട്ട് കയറ്റുന്നത്? കാവിയാണ്. അത് RSSന്റെ കൊടിയാണോ ക്ഷേത്രത്തിൽ ഉയർത്തുന്നത്? നാളെ പറയൂ CPMന്റെ കൊടി ഉയർത്തണമെന്ന് ക്ഷേത്രത്തിൽ. നാണയം കടക്കൽ പോലുള്ള ഇങ്ങനത്തെ CPM ഗ്രാമങ്ങളുടെ ക്ഷേത്രത്തിൽ നാളെ ചിലപ്പം ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ ഉയർത്തുന്ന CPMന്റെ കൊടിയായിരിക്കാം. അതുവരെ സംഭവിച്ചുകൂടായില്ല ഇങ്ങനെ പോകണമെങ്കിൽ. അവിടെ ആൽമരത്തിൻ്റെ മുകളിൽ ഏറ്റവും പൊക്കത്തിൽ CPMന്റെ കൊടി കെട്ടാമെങ്കിൽ നാളെ പറയുകയാണ് കൊടിമരത്തിൽ, അതായത് ക്ഷേത്ര ഉത്സവത്തിന് കൊടി ഉയർത്തുന്നത് CPMന്റെ കൊടിയാണ് ഉയർത്തേണ്ടത് എന്ന് പോലും പറയാൻ ഒരു മടിക്കില്ല. അപ്പോൾ അത് RSSനെ അങ്ങനെ RSSന്റെ ഇപ്പം നോക്കൂ, നിങ്ങൾ വിഷ്ണു നോക്കൂ എവിടെയാണ് കൊടി കെട്ടിയിരിക്കുന്നതെന്ന്. ആ ആൽമരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ചേർന്ന അത്രയും പൂർണ്ണ ചൈതന്യമുള്ളതാണ് ആൽമരം. ആ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യണമെന്ന് പറയുന്നത് എന്താ? ഈ 3 പേരുടെയും ത്രിമൂർത്തികളുടെയും അനുഗ്രഹം ലഭിക്കാനാണ്. അത്ര ചൈതന്യവത്തായ ആൽമരത്തിന്റെ മുകളിലാണ് CPMന്റെ കൊടി കെട്ടിയിരിക്കുന്നത്. CPMന്റെ പരസ്യമുണ്ട്. നാളെ പറയും ഞാൻ ഈ പറഞ്ഞ ഈ കൊടിമരത്തിലും CPMന്റെ കൊടി കെട്ടണമെന്ന് നാളെ പറഞ്ഞുകൂടായില്ല. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്തുകൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കുന്നില്ല? ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഇവർ നിങ്ങളുടെ ഈശ്വരീയതയെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സന്തതികളെ, നാളത്തെ സന്തതി പരമ്പരകളെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ പെട്ടിരിക്കുന്ന ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ പിന്നിൽ പെട്ടിരിക്കുന്ന 90% ആൾക്കാരും ഹിന്ദുക്കളാണ്. അത് വലിയ ദോഷത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു ആത്മീയതയില്ല, അവരുടെ ഉള്ളിൽ ഒരു ഈശ്വരീയതയില്ല, അവരിൽ ഒരു സനാതന ധർമ്മം പാലിക്കുന്നില്ല. ആ രീതിയിലേക്ക് അടുത്ത തലമുറ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരും, ഓരോ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളത്തെ നിങ്ങളുടെ വരദാനങ്ങളാണ്, നാളത്തെ ഭാരതത്തിൻ്റെ അഭിമാനങ്ങളാകേണ്ടവരാണ്. അവരെ ജീവിതം നശിപ്പിക്കരുത്, ശ്രദ്ധിക്കുക. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവി, ആ ഭാവിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ അവരെ നശിപ്പിക്കും, അവരുടെ ജീവിതം തൊലയ്ക്കും. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക. അവർക്ക് എന്താണ് ക്ഷേത്രമെന്ന് ആ ചൈതന്യത്തിൽ വരട്ടെ. അവരുടെ നിഷ്കളങ്കമായ മനസ്സാണ്. നിഷ്കളങ്കമായ മനസ്സിലേക്ക് ഭഗവാൻ എപ്പോഴും ഓടിയെത്തും. അപ്പോൾ ഈശ്വരീയത അവരിലേക്ക് എത്തും. അപ്പോൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരെ സ്ഥിരമായിട്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തൊഴിച്ച് ആ കുറിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥം കൊടുക്കൂ, അല്ലെങ്കിൽ പ്രസാദം വാങ്ങിച്ചു കൊടുക്കൂ. അവർക്ക് അവരുടെ ഉള്ളിലേക്കൊരു ഈശ്വരീയത ഉണരട്ടെ. അതിനെങ്കിലും ദയവായി എൻ്റെ ഹിന്ദു സഹോദരന്മാരെ നിങ്ങളൊന്ന് ശ്രമിക്കൂ. അതൊരു അഭ്യർത്ഥനയാണ്. അസ്കറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, ഭക്ത നിലവിളക്ക് കൊളുത്തുന്ന ആൽത്തറയിലാണ് CPMന്റെ ചുവരെഴുത്ത്. മാത്രമല്ല ആ ആലിൻ്റെ മുകളിൽ CPMന്റെ പതാക. ശരിയാണോ അസ്കർ ഇതൊക്കെ? അന്നത്തെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഏതൊരു ക്ഷേത്രവും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെയും ആ ഗ്രാമത്തിന്റെയും മനസ്സുകൂടിയാണ് ക്ഷേത്രത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കടക്കലിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സ് പ്രതിഫലിച്ചോട്ടെ, പക്ഷേ അവരുടെ രാഷ്ട്രീയം എന്തിനാണ് സാർ ഈ സ്വാഭാവികം അല്ല. ക്ഷേത്ര പരിപാടിയില്ലാതെ കാണിക്കുന്നത് എന്തിനാ? അങ്ങനല്ല. ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും അതിന്റെ പരിപാലനവും ഒക്കെ ആ കമ്മിറ്റിയാണ് നടത്തുന്നത്. സ്വാഭാവിക ആ പ്രദേശത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി CPMനോട് ആഭിമുഖ്യം ഉള്ളവരാണ് ഭൂരിപക്ഷം പേരും. അപ്പൊ സ്വാഭാവികമായും അവരുടെ കൂടി ആഗ്രഹത്തിന്റെ പ്രതിഫലനമായി അത്തരത്തിൽ സംഭവിച്ചു. അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്റെ വ്യക്തിയുടെ അഭിപ്രായം. ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവാം. അല്ല, നാളെ ഇപ്പോൾ ലീഗിന് അപ്രമാദിത്വമുള്ള ഒരു പ്രദേശത്ത് ക്ഷേത്രോത്സവം നടക്കുന്നു. അവർ പറയുന്നു ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അവിടെ പച്ചക്കൊടിയേറ്റ് അമ്പലപരിപാടിയിൽ അവർ ഇരച്ചു കയറുന്നത് ശരിയാണോ? അങ്ങനല്ലേ ലീഗുകാർ അല്ലല്ല ലീഗുകാരൊന്നും നമുക്ക് അങ്ങനെ അത്തരത്തിൽ അല്ല ഇതിനെ കാണേണ്ടത്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഞാൻ കാണുന്ന പ്രശ്നം, എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ RSS ഒരു കാലത്ത് കൈകടക്കിയിരുന്നെങ്കിൽ
ഇന്ന് മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേ ക്ഷേത്രങ്ങൾ അതേ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ. അതെ, രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ ശ്രീയാസ്കർ. അല്ലല്ല, RSS രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. RSSന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇല്ല, RSS രാഷ്ട്രീയമില്ല. RSS ഒരിക്കലും രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ സ്വയം സേവകാണത്. അത് രാഷ്ട്രീയമല്ല. നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് RSSനെ താഴ്ത്തി കെട്ടരുത്. അങ്ങനല്ല, RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അവർക്കൊരു രാഷ്ട്രീയ സംഘടനയുണ്ട്, അവർക്കൊരു രാഷ്ട്രീയ ദിശാബോധം. അവർക്ക് രാഷ്ട്രീയ സംഘടന ഇല്ല. RSSന് രാഷ്ട്രീയ സംഘടന ഇല്ല ശ്രീയാസ്കർ. ഇല്ല. RSSന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇന്ത്യയിൽ BJPയുടെ പ്രവർത്തനം. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. രണ്ടും കൂട്ടിക്കെട്ടരുത്. രണ്ടും ഇപ്പം വിശ്വഹിന്ദു പരിഷത്ത് ഒരു അവരുടെ ക്ഷേത്രീയ സംഘടനയാണ് എന്ന് വെച്ച് വിശ്വഹിന്ദു പരിഷത്തും RSSും ഒറ്റ സംഘടനയായിട്ട് നിങ്ങൾ കൂട്ടരുത്. രണ്ട് സംഘടനയാണ്. അത് രണ്ടും തന്നെയാണ്. അതിന് കൃത്യമായ രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രകടനപരമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് വിശ്വഹിന്ദു പരിഷത്തും RSSും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ BJPയും RSSും ഒന്നല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം അത് നമ്മൾ അരിയായിരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് RSSും എന്താണ് BJP എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് നിങ്ങൾ മനഃപൂർവ്വം അത് വെറുതെ നിങ്ങളൊരു ചാരുകയാണ്. അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു സ്വയം സേവകനാണ്. എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം RSS അല്ല BJP എന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. നിങ്ങളിപ്പോൾ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അല്ലാതെ RSSന്റെ ഭാഗമല്ല. സംഘടന എന്ന് പറയുന്നവരായവര് RSSൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും BJP പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ട്, RSSൽ പ്രവർത്തിക്കുന്നവർ. അതുപോലെ RSS എന്ന് പറയുന്ന സംഘടന ഒരു ഹിന്ദു സംഘടനയല്ല. അവിടെ ഏത് മതസ്ഥർക്കും പ്രവർത്തിക്കാം. നാളെ അസ്കറിന് വേണേൽ RSSൽ പ്രവർത്തകനാവാം. ഒരു വിരോധമില്ല. പൂർണ്ണമായും സ്വീകരിക്കുവർ. അതൊരു പ്രശ്നമേ ഇല്ല. അവിടെ ഒരു മതസംഘടനയല്ല RSS. അപ്പൊ അതുകൊണ്ട് RSSനെയും BJPയും കൂട്ടിക്കെട്ടണ്ട. BJPയുടെ വഴിക്ക് നിൽക്കട്ടെ, RSSന്റെ വഴിക്ക് പോട്ടെ. അല്ല, RSSന് ക്ഷേത്ര മൈതാനങ്ങളും ക്ഷേത്രങ്ങളും കവർന്നെടുക്കാമെങ്കിൽ സ്വാഭാവികമായി മറ്റു രാഷ്ട്രീയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങൾ എപ്പോഴും ആധ്യാത്മികതയുടെ. നിങ്ങൾക്ക് എന്ന് തൊട്ടാണ് ഈ ക്ഷേത്രങ്ങളോട് ഇത്രയും പ്രതിപത്തി, ഇത്രയും സ്നേഹം എന്ന് തൊട്ട് തുടങ്ങിയതാണ്? അത് പറ. അങ്ങനല്ല, ഇതിപ്പോ ക്ഷേത്രങ്ങളോട് ക്ഷേത്രം നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനമായ വ്യക്തി ആചാര്യൻ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ ക്ഷേത്രത്തെ നശിപ്പിക്കണമെന്നാണ്. ക്ഷേത്രത്തെ നേർത്ത് അവിടെ മരിച്ചിനി നടാനാ പറഞ്ഞു. അദ്ദേഹം EMSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാസ്തികൻ കൂടിയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ, രാഷ്ട്രീയ ചിന്തകൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഭൗതിക നിലവാരത്തിൽ ഉയർന്ന ചിന്തകളുള്ള ഒരു വ്യക്തിയായിരുന്നു EMS. അതുകൊണ്ടാണ് EMS പല ഘട്ടങ്ങളിലും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങൾ, അയിത്തോച്ചാടൽ, ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളെ സംബന്ധിച്ച് കൂടിയാണ്. അതല്ലാതെ ആ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചാൽ അതോടുകൂടി എല്ലാം നശിക്കും, എല്ലാം ശരിയാകും എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അതേ EMS നമ്പൂതിരിപ്പാടാണ് പൊന്നാനി പോയിട്ട് പള്ളിയിൽ പോയി എഴുതി കൊടുത്തത്, ഇത് വെച്ചടി ഉയരട്ടെ എന്ന്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ശ്രീയാസ്കറിന് പറയാൻ പറ്റുമോ? ഇന്നും പൊന്നാനിയിലെ ഇന്നും ആ പള്ളിയിൽ റെക്കോർഡിൽ കാണും. അത് എഴുതി കൊടുത്ത അദ്ദേഹം EMS നമ്പൂതിരിപ്പാട്. അതും ഇത് തന്നെയല്ലേ? അതും ഒരു എന്താ പറയുക, മതവിശ്വാസം തന്നെയല്ലേ? ഹിന്ദുവിന്റെ മതവിശ്വാസം മാത്രമേ ഉള്ളൂ അന്ധവിശ്വാസം? അങ്ങനെയല്ല. അങ്ങിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കുമ്പോ ആ സന്ദർശക രജിസ്റ്ററിൽ അങ്ങയുടെ അഭിപ്രായം എഴുതി വെക്കാൻ പലപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോ അദ്ദേഹം എഴുതും. അങ്ങനെ അല്ല, ക്ഷേത്രങ്ങളിൽ അങ്ങനെ അസ്കർ, നിങ്ങൾ ഒറ്റ വെള്ളത്തിൽ നിൽക്കൂ, രണ്ട് വെള്ളത്തിൽ കാല് വെക്കരുത്. അത് അബദ്ധമാവും. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയൂ. കാരണം ഞാൻ പറഞ്ഞത് EMS നമ്പൂതിരിപ്പാട് വ്യക്തമായി പറഞ്ഞതല്ലേ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെന്ന്. ക്ഷേത്രങ്ങളിലൂടെയാണ് അന്ധവിശ്വാസം നശിപ്പിക്കണമെന്ന്. ഇതേ EMS നമ്പൂതിരിപ്പാടല്ലേ പൊന്നാനി പോയിട്ട് ഇത് വെച്ചടി ഉയരട്ടെ എന്ന് എഴുതി കൊടുത്തത്? അപ്പൊ ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ ചെയ്തത്? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതല്ല, ദളിതനും ശൂദ്രനും വഴി നടക്കാൻ കഴിയാതിരുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം. അത് കാലഘട്ടമൊക്കെ പോയില്ലേ? പറയുന്നത് അല്ല, സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടാവാതിരുന്ന നാടാണ് കേരളം. സ്ത്രീകൾക്ക് ഇന്ന് ക്ഷേത്രപ്രവേശനം ഉണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളില്ലേ? അവിടെ പ്രവേശിക്കാൻ പറയോ? CPMന്റെ ഇടപെടൽ കാരണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ കാരണമാണ് ഇതെല്ലാം. അപ്പൊ ആ കണ്ടക്സ്റ്റിലാണ്. അങ്ങനല്ല, ശൂദ്രന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും ദളിതന് ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പൊ ആ അവിടെയാണ് കാലഘട്ടത്തെ രക്ഷകരെ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എത്തിയത്. അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനകത്ത് പങ്കുണ്ടെന്നേ. അതെ. RSSനോ BJPക്കാർക്കോ അക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്നേ. അവരെ സംബന്ധിച്ച് ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന് സ്വന്തം പേരിൽ നിന്ന് നമ്പൂരിപ്പാട് മാറ്റാത്ത ഒരാളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ്. ബാക്കി എല്ലാവരും പറഞ്ഞു നിങ്ങൾ ജാതി ഉപേക്ഷിക്കണം, കളയണം. സ്വന്തം പേര് ജീവിതാന്ത്യം വരെ EMS നമ്പൂതിരിപ്പാട് എന്നുള്ള പേരിൽ പോലും മാറ്റം വരുത്താത്ത ഒരാളിനെയാണ് നിങ്ങൾ ആചാര്യനായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു പാർട്ടിയാണ് പറയുന്നത് മറ്റുള്ള ആൾക്കാർ ബ്രാഹ്മണരാണ്. ഒരിക്കലുമില്ല, തെറ്റായ ഒരു സന്ദേശമാണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റു കുറേ ആൾക്കാരെ പ്രത്യേക സമുദായത്തെ നമ്മുടെ കൂടെ നിർത്താം, അവർക്ക് വേണ്ടിയാണ് CPM നിലകൊള്ളുന്നത് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പുതിയ അജണ്ടയാണിത്. അല്ല വിജി തമ്പി, അതുകൊണ്ടാണല്ലോ കൂടൽമാണിക്യ ക്ഷേത്രത്തില് ആ ജാതീയ അധിക്ഷേപം അതൊന്ന് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ബാലു തന്നെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? ഇത് കുലം കുത്തികളുടെ പണിയാണെന്ന് പറഞ്ഞു. ആരാ കുലം കുത്തികൾ? സംശയമുണ്ടോ CPM അല്ല എന്നുള്ള കാര്യത്തിൽ? അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അത് CPM ആണെന്ന് പറഞ്ഞില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അല്ലല്ല, ഇത് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള അതെ, കൊല്ലം കുത്തി എന്ന് പറഞ്ഞാൽ ആരാ ഉപയോഗിച്ചത് അങ്ങനെ ഒരു പരാമർശം? അതല്ല, ആ ഒരു വാക്കിന്റെ ഉത്ഭവസ്ഥാനം എന്തായാലും CPM അല്ലല്ലോ. അതുകൊണ്ട് കുലംകുത്തികളെല്ലാം CPM-കാരാണെന്നുള്ള അർത്ഥത്തിൽ പറയാം. അങ്ങനെ പറഞ്ഞില്ല, CPM-കാരാണെന്ന് പറഞ്ഞില്ല, കൊലംകുത്തികളാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഞാൻ CPM-കാരെല്ലാം കൊലംകുത്തികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എന്റെ തലയിലടിച്ച് ഏൽപ്പിക്കല്ലേ. അങ്ങനല്ല കാര്യം. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അന്ധമായ CPM വിരോധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി എന്തിനും ഏതിനും CPM-നെ തെറ്റ് കാണാൻ ശ്രമിക്കുന്നതാണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ചില ആളുകൾ ശരിയാണോ ചെയ്യുന്നതിന്റെ പല മനുഷ്യനായ തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട്? ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും തെറ്റുപറ്റും. ആ തെറ്റുപറ്റുന്നത് തിരുത്താൻ കഴിയുന്ന വലിയ മനോഭാവമാണ് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഔന്നിത്യത്തിലേക്ക്. കടക്കലും കതിരൂര് സംഭവിച്ചത് തെറ്റാണെന്ന് CPM നേതൃത്വം പറയോ? അങ്ങനെ CPM നേതൃത്വത്തിന്റെ പരിപാടി ആയിരുന്നില്ല അത്. അതെന്താ, എന്തുകൊണ്ട് ഇതാണ് മനസ്സിലാവാത്ത നിലപാട്, ഉറച്ച നിലപാടെടുക്കൂ. നിങ്ങൾ അസ്കർ പറയൂ. ശ്രീ അസ്കർ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ശ്രീ അസ്കർ പറയൂ, തെറ്റാണെന്ന് പറയൂ. നിങ്ങൾ CPM നേതാക്കൾ പറയണ്ട, നിങ്ങൾ പറയൂ തെറ്റാണ് ചെയ്തത്. ആ തെറ്റ് ശരിയായിരുന്നില്ല, ക്ഷേത്രത്തിൽ നടത്തേണ്ട കാര്യമല്ലായിരുന്നു അത്. ഞാനത് പറഞ്ഞല്ലോ. CPM ഒരു കാരണവശാലും ഒരു ആരാധനയിൽ, ക്ഷേത്രം മാത്രമല്ല ഒരു ആരാധനാലയങ്ങളിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട്, വിശിഷ്യ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര കലകൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്താനേ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന്റെ ഭാഗമായി ക്ഷേത്രകലകൾ നിരാകരിച്ചുകൊണ്ട് ഇത്തരം ആഭാസ കലകൾ ക്ഷേത്രങ്ങൾ വരുന്നു. അലോഷിയുടെ പാട്ട് ആഭാസമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പലതരത്തിലും റെക്കോർഡഡ് DJs ഡിസ്കുകൾ വെച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രൊസഷനിലടക്കം കാണുന്ന കാഴ്ചകൾ അരോചകമാണ്. ആ അരോചകത്വം നിർത്തുന്നത്. അലോഷി ഒരു വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഗീതം ഒരു ക്ഷേത്ര മൈതാനത്ത് വരിക എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ക്ഷേത്ര മൈതാനത്ത് അവതരിപ്പിക്കപ്പെടേണ്ട ഒരു കലാവിരുന്നല്ല, മറിച്ച് മറ്റു ഇടങ്ങളിൽ അവതരിപ്പിക്കപ്പെടാനുള്ള കലാവിരുന്നാണ്. ഞാൻ അത് തുറന്നു പറയാൻ സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ലെന്നേ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ എപ്പോഴും ക്ഷേത്രമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്ര കലകളുണ്ട്. കഥകളിയാണെങ്കിലും ഓട്ടം തുള്ളാനാണെങ്കിലും കൂത്താണെങ്കിലും നിരവധി കലാരൂപങ്ങൾ നമുക്കുണ്ട്. ആ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ആ അവതരണത്തോടു കൂടി അതിലിപ്പോ ജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു എന്നുള്ള ആശങ്കയിലാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കലാരൂപങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് മാറ്റാൻ ഹിന്ദു സമൂഹവും കേരളത്തിന്റെ പൊതുസമൂഹവും തയ്യാറാകണം. ആ തയ്യാറെടുപ്പിന് കഴിയാതെ വരുന്നിടത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ കയറി ഇടങ്കോലിടുന്നത് അല്ലേ? ഞങ്ങൾ അങ്ങനല്ല. CPM ഒരിടത്ത് ഇടങ്കോലിട്ടില്ലെന്ന്. ഇതൊന്നും CPM-ന്റെ പരിപാടിയിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾ കരുതും CPM-ന് ക്ഷേത്രോത്സവം നടത്തുന്നതിൽ എന്തോ പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. ആ താല്പര്യവും ആ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രോത്സവം നടത്താൻ വന്നു എന്നുള്ളതാണോ? കടക്കലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ശ്രീ അസ്കർ,
ക്ഷേത്രവിശ്വാസികളല്ലാത്ത CPM-ന്റെ പ്രവർത്തകർ എന്തിനാണ് അവിടെ വന്നിരുന്ന് ആ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് മുൻനിരയിൽ വന്നിരിക്കുന്നത്? അതെ, ക്ഷേത്രവുമായിട്ട് ബന്ധമില്ലാത്ത, ക്ഷേത്രവിശ്വാസികളല്ലാത്ത, നിരീശ്വരവാദികളായ, ഭൗതികവാദികളായ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർ എന്തിനാണ് ക്ഷേത്രമുറ്റത്ത് വന്നിരുന്ന് പ്രോഗ്രാം കാണുന്നത്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത്? ക്ഷേത്ര ആൾക്കാണ്, ക്ഷേത്രം ഈശ്വരീയമായി വിശ്വസിക്കുന്നവർക്കാണ്, ആ ഹൈന്ദവ വിശ്വാസമുള്ളവർക്കാണ്, ഈശ്വര വിശ്വാസമുള്ളവർക്കാണ്. അവരെന്ത് ചെയ്യട്ടെ? ശബരിമല മാലയിട്ട് പോയതിന് നടപടിയെടുത്ത പാർട്ടി നടപടിക്ക് വിധേയനായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന്. നടപടി എടുക്കോ ഇല്ലേ നമുക്കൊന്ന് കാണണം. അതൊന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. നടപടി എടുക്കോ ഇല്ലേ നമുക്കൊന്ന് അറിയണം. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഈ പരിപാടി നടത്തിയവരുടെ പേരിലോ ശ്രീ പ്രശാന്ത് അദ്ദേഹം നടപടി എടുക്കുമോ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വിഷയത്തിൽ നടപടി എടുക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണണം. നടപടി എടുത്താൽ പ്രശാന്തിന്റെ കസേര തെറിക്കും, യാതൊരു സംശയമില്ല. ശ്രീജിത്ത് പണിക്കരും ചേരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്ക, അസ്കർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം, എനിക്കറിയില്ല ശ്രീജിത്ത് അസ്കർ പറഞ്ഞൊക്കെ കേട്ടോ എന്ന്. അസ്കർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം, അതായത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പാർട്ടി ഗ്രാമത്തിൽ ഒരമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ആ പാർട്ടി പ്രവർത്തകർ ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തും, അതൊരു വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ക്ഷേത്രകലകളാണ് അവതരിപ്പിക്കേണ്ടത് ക്ഷേത്ര മുറ്റങ്ങളിൽ എന്നൊരു വാദവും അസ്കർ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അസ്കർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്, പിടി തരുന്നില്ല. ശ്രീജിത്തിൻ്റെ നിരീക്ഷണം. ശ്രീ ഹസ്കർ അത് പറഞ്ഞത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം അതൊരു റിയാലിറ്റി കൂടിയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര കലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണസമിതിയാണ് അവിടെ ഉണ്ടാകേണ്ടത്. അതല്ലാത്ത സ്ഥലത്താണ് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരമൊക്കെ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇടപെടുന്നത് എന്നത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു യോജിപ്പ് ആശയപരമായിട്ട് ഈ വിശ്വാസത്തിനോടോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകളോടോ ഒന്നും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാതെ മറ്റുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിൻസിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്ര സമിതികളിലേക്കൊക്കെ വരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടി വേണം. കാരണം ഇവിടെ കടക്കൽ ദേവീക്ഷേത്രത്തിനെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ശ്രീ ഹസ്കർ കൊല്ലം ജില്ലക്കാരനാണ്, അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ എത്ര പേർ CPM-കാരുണ്ട് എന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഈ ഗാനമേള, ഈ അലോഷി ആഡംസിന്റെ ഗാനമേള അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആരാണ് എന്നതിന്റെ നോട്ടീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അവിടെയുള്ള CPM അനുഭാവമുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ 3 യൂണിറ്റുകളാണ് ഈ ഗാനമേള സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിൽ കടക്കൽ ഏരിയ കമ്മിറ്റി യൂണിറ്റും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബോധപൂർവം അവർക്ക് താല്പര്യമുള്ള വിപ്ലവഗാനങ്ങൾ പാടുന്ന ഒരു നായകന്റെ പരിപാടി, ഒരു ഗായകന്റെ പരിപാടി അവിടെ കൊണ്ടുവന്ന് അവരുടെ പാർട്ടി നായകന്മാരുടെ സൂക്തങ്ങൾ പാടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെറ്റ് ചെയ്യപ്പെട്ട ഒരു ഗാനമേളയാണത്. അത് തന്നെയുമല്ല, അതിന്റെ മുൻനിരയിലായിക്കോട്ടെ പിൻനിരയിലായിക്കോട്ടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും അത് കേട്ട് ആസ്വദിക്കുന്ന ആൾക്കാരും എല്ലാവരും ആ പാർട്ടിയുടെ തന്നെ വിവിധ യൂണിറ്റുകളിൽ, ലോക്കൽ കമ്മിറ്റിയിലെ, ഏരിയ കമ്മിറ്റിയിലെ ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ മുന്നിലിരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരാളുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിലിരുന്നതുമാണ്. അപ്പൊ ഇതിൽ ഇവര് പറയുന്നത് പോലെ ഇത് സ്വാഭാവികമായിട്ട് അവിടെ വന്നുകൂടിയതൊന്നുമല്ല. വർഷങ്ങളായിട്ട് കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ CPM-ന്റെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ആധിപത്യമുണ്ട്. അത് തന്നെയുമല്ല, അവരിങ്ങനെ കഴിഞ്ഞ വർഷം ആലോചിച്ച് അവർ കൊണ്ടുവന്നതാണ് ഇതേപോലെയുള്ള പാട്ടുകളൊക്കെ പാടിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പരിപാടി നടത്തുന്ന രീതിയിൽ അവരവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇത് വിവാദമാകുന്ന സമയത്ത് മാത്രമാണ് പല ഉപാധികൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്, അവിടെയുള്ള C. ദീപു എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ചാനലുകളോട് ആദ്യം വിശദീകരിച്ചത് തന്നെ എന്താണ്, ഇത് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടിയത് എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പാട്ടുകൾ പാടിയത്, അല്ലാതെ അലോഷി അത് അവിടെ പാടുമായിരുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ, ഇതൊന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് പാടാൻ പറ്റിയ പാട്ടുകളല്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതും കഴിഞ്ഞതിന് ശേഷം ഈ പാട്ടുകളൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ അനൗചിത്യത്തെക്കുറിച്ച് ഇവർക്ക് പറയാമായിരുന്നല്ലോ. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടല്ല, നമ്മളിവിടെ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പാട്ട്
പാടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഗാനങ്ങൾ ആവശ്യപ്പെടാം, ഈ ഗാനങ്ങൾ മറ്റൊരവസരത്തിൽ ഞാൻ പാടിത്തരാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ഇനി അതിനെ ഒരു വാദമായിട്ട് എടുത്താൽ തന്നെ, അതായത് അലോഷി ഒരു പാട്ടുകാരനാണ്, അദ്ദേഹം വളരെ ഫേമസ് ആയിരിക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഈ പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകളൊക്കെയാണ്. ശരിയെങ്കിൽ അത് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് പാടുന്നു. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള LED വാളില് ഡിവൈഎഫ്ഐയുടെ പതാകകൾ ഇങ്ങനെ തള്ളിക്കളിക്കുന്നതിനും തുള്ളിക്കളിക്കുന്നതിനും CPM-ന്റെ ഇങ്ങനെ പൊങ്ങി നുര വരുന്നത് പോലെ വരുന്ന ആ ചിഹ്നവും അതിന്റെ നിറവും എല്ലാം ആരാവശ്യപ്പെട്ടിട്ടാ വന്നത്? ആരെങ്കിലും ആവശ്യപ്പെട്ടോ? അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ടിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ LED വാളിൽ പ്ലേ ചെയ്യണം. അതിന് പ്രത്യേക ആവശ്യമൊന്നും ആരും ആവശ്യപ്പെട്ടിട്ട് വന്നതല്ലല്ലോ, അതുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പാടുന്നത് എങ്കിൽ അലോഷി എത്ര ഭക്തിഗാനം അവിടെ പാടി എന്നുള്ളത് പ്രസക്തമല്ലേ? ക്ഷേത്രത്തിന്റെ തിരുവാതിര മഹോത്സവമാണ് എങ്കിൽ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേവീ സ്തുതികളോ ദേവിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളോ ഒക്കെ എത്ര എണ്ണം അദ്ദേഹം പാടി? അതൊക്കെ പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള LED വാളിൽ എത്ര ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ അവിടെ പ്ലേ ചെയ്തു? അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ? ഇനി തന്നെയല്ല, ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും നോക്കി നമ്മൾ അവരെ അളക്കേണ്ടതില്ല. കാരണം അവിടെ ആൾക്കാരെ യൂണിഫൈ ചെയ്യുന്നത് എന്താണ്? വിശ്വാസമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധനാ പദ്ധതിയുമായി ബന്ധപ്പെട്ട മൂർത്തിയിലുള്ള ദേവതാ സങ്കല്പങ്ങളിലുള്ള വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്ക് അവിടെ വരാം. പക്ഷെ ഇവിടെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ മാത്രം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുന്നത്? ഇത് ഒരു പാട്ടല്ലല്ലോ, പല പാട്ടുകളാണ്. ആ പാട്ടുകളെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈ 3 CPM-മായി ബന്ധമുള്ള വ്യാപാര സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുന്ന പരിപാടി, ഇങ്ങനെയുള്ള ഒരു ഗായകരെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടി, അവർ തന്നെ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പാട്ടുകൾ പാടുന്നതിനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നതിനാണ് നമ്മൾ പാർട്ടി പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടി പരിപാടിയായിട്ട് ഈ വേദിയെ മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. ഇനി വിവിധ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മറ്റു പാട്ടുകൾ പാടാമല്ലോ. ഇപ്പൊ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളായിട്ടുള്ള വൈഷ്ണവ ജനതോ അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം, ഇതൊന്നും ആരെന്താ ആവശ്യപ്പെടാഞ്ഞ്? RSSന്റെ എത്രയോ ഗണഗീതങ്ങളുണ്ട്. ആ ഗണഗീതങ്ങളൊന്നും എന്താ ആരും ആവശ്യപ്പെടാഞ്ഞത്? അഥവാ ഇതൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അലോഷി അത് പാടുമായിരുന്നോ? അലോഷിക്ക് അത് പാടാനുള്ള അനുവാദം അവിടെ കിട്ടുമായിരുന്നു? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കേവലം ഒരു പാട്ടെന്നതിനപ്പുറത്തേക്ക് അതിൽ DYFI പ്രകീർത്തിക്കുന്ന ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ് തുടങ്ങിയ വരികളുള്ള പാട്ട്, അത് പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ DYFIയുടെ പതാകകൾ, CPM-ന്റെ ചിഹ്നം, CPM-ന്റെ നിറം, ഇതൊക്കെ തന്നെയാണ്. മറ്റു പല ക്ഷേത്രങ്ങളിലും ഹൈന്ദവതയുടെ തന്നെ നിറമായി പറയപ്പെടുന്ന ഖാവി നിറം ഉപയോഗിക്കുന്നതിന് തന്നെ വലിയ പ്രശ്നമാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെല്ലാം തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലും മറ്റും ഉള്ളതെല്ലാം തന്നെ കാവി കൊടികളാണ്. അത് പ്രത്യേകിച്ച് RSSന്റെ കൊടിയോ BJPയുടെ കൊടിയോ ഒന്നുമല്ല. അപ്പൊ കാവി കൊടികളോ തോരണങ്ങളോ ഉപയോഗിക്കുമ്പോൾ പോലും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ ഹൈന്ദവതയുടെ ഒരു പ്രതീകമായിട്ട് കാണുന്ന ഒരു നിറമാണത്. ഇപ്പൊ നമ്മൾ ഓരോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ പച്ച നിറമാണ്, അവരും അവരുടെ സെലിബ്രേഷൻസിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ആ നിറമാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് ഈ ഹിന്ദുയിസത്തിന്റെ, ഞാൻ ഹിന്ദുത്വ എന്നല്ല പറയുന്നത്, ഹിന്ദുയിസത്തിന്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഒരു ചിഹ്നമാണത്. അത് ലോകത്തെവിടെയുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നിറമാണ്. ആ നിറമുള്ള തോരണങ്ങളോ പതാകകളോ ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടപടികൾക്ക് വരുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ CPM-ന്റെ കൊടി പ്രശ്നമല്ലാത്തത്? ഈ ചുവപ്പ് നിറം അവിടെ കാണിച്ച് പ്ലേ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമില്ലാത്തത്? അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കാണിക്കുന്ന സമയത്ത് എന്താ പ്രശ്നമില്ലാത്തത്? DYFI പോലെയുള്ള യുവജന സംഘടനയുടെ പതാകകൾ ഇങ്ങനെ പാറിക്കളിക്കുന്ന സമയത്ത് അതെന്താ പ്രശ്നമില്ലാത്തത്? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്ഷേത്രങ്ങൾ എന്നത് രാഷ്ട്രീയ ആശയ പ്രചരണത്തിനുള്ള വേദികളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഹൈക്കോടതിയും പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും പറഞ്ഞിട്ടുള്ളപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് മുടക്കുന്നതിന് കാരണം ഇതേപോലെ പരാതി ഉണ്ടായിരുന്നപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞിരുന്നത് എന്ന സാഹചര്യം മുന്നിലുള്ളപ്പോൾ പോലും 2 വർഷം കഴിയുമ്പോഴേക്കും എന്തോ രീതിയിലത്തേക്കുള്ള ഒരു മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായിട്ട് ഇവരെല്ലാവരും വീണ്ടും ഒരു പാർട്ടി പരിപാടിയാക്കി ഇതിനെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്തിനാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹം CPM-ന്റെ ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പരിപാടി ബുക്ക് ചെയ്ത് പല ആൾക്കാരും അത് സ്പോൺസർ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ശബ്ദവും വെളിച്ചവും കൊടുക്കുക എന്നത് മാത്രമാണെന്നാണ്. അതിനാണോ അവിടെ ആൾക്കാർ ഇരിക്കുന്നത്? ശബ്ദവും വെളിച്ചവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷേത്രം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ബോധവും അവർക്കില്ല. പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും അതിലവർക്കില്ല എന്നാണ്. പിന്നെ ഇപ്പൊ മറ്റു പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ജനം TV-യിൽ അടക്കം വന്നിരിക്കുന്ന
കാണിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതിൽ ചില സ്ഥലങ്ങളൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ ചെഗ്വേരയുടെ പതാകകളൊക്കെ തന്നെയാണ് ഇങ്ങനെ പാറി പറക്കുന്നത്. മതത്തെ കൃത്രിമത്വത്തിന് വേണ്ടി, നിയന്ത്രണത്തിന് വേണ്ടി, പാവങ്ങളെ വിധേയരാക്കി നിർത്താൻ വേണ്ടി ഭരണവർഗം ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് എന്ന് പറഞ്ഞ ചെഗ്വേരയ്ക്ക് ഒരമ്പലത്തിൽ എന്താണ് പ്രസക്തി എന്ന കാര്യം എനിക്കറിയില്ല. പുഷ്പൻ അമ്പലത്തിൽ എന്താണ് പ്രസക്തി എന്ന് എനിക്കറിയില്ല. പുഷ്പനെ അറിയാമോ എന്ന് വിശ്വാസികളോട് ചോദിക്കുന്നതിൽ കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു സമര നായകനായിരുന്നു പുഷ്പൻ? അല്ല. പാർട്ടിയുടെ മാത്രമായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ്. ആ പുഷ്പൻ എന്ത് ആശയത്തിന് വേണ്ടിയിട്ടാണോ സമരത്തിലേക്ക് പോയത്, എന്തിന്റെ പേരിലാണോ പുഷ്പൻ ഇങ്ങനെ മൃതപ്രായനായിട്ട് അവിടെ 30 വർഷത്തോളം കിടന്നു പോകേണ്ടി വന്നത്, അതിന്റെ പേരിൽ തന്നെ ദീർഘകാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നത്, ആ ആശയത്തിനെ മൊത്തത്തിൽ CPM തൊണ്ട തൊടാതെ വിഴുങ്ങി വെള്ളവും കുടിച്ചിട്ടിരിക്കുകയല്ലേ ഇത്. അത് സ്വാശ്രയ മേഖലയിലേക്കുള്ള സ്വകാര്യ നിക്ഷേപം, സ്വാശ്രയ മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള വിദേശ സർവകലാശാലകൾ, ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഈ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരം നയിച്ചിരുന്ന പുഷ്പനെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും CPM തിരുത്തിയത് അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്നിട്ടും ആൾക്കാർ അദ്ദേഹത്തിന്റെ കട്ടിലിനടുത്ത് വന്നിട്ട് പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞിട്ട് നൃത്തരൂപങ്ങളൊക്കെ നടത്തുന്നു. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീയാനിൽ, നമ്മൾ ഇന്ന് CPMകാരെ കാണുന്ന സമയത്ത് അവരെ പിടിച്ചു നിർത്തിയിട്ട് അവരോട് നമ്മൾ ഈ പാട്ട് പാടണം. പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കണം. കാരണം അവർക്ക് പുഷ്പനെ അറിയില്ല. പുഷ്പൻ എന്തൊക്കെ ആശയത്തിന് വേണ്ടിയിട്ടാണ് നിന്നത് എന്നോ ആ ആശയത്തിൽ CPM ഒരു വലിയ U-ടേൺ നടത്തിയിട്ടുണ്ട് എന്നതിനെ പറ്റിയോ പലർക്കും അറിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കട്ടപ്പന ഞാൻ ഓർക്കുകയാണ്, കട്ടപ്പനയിൽ ജനസഭ നടത്തിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പുഷ്പനെ അറിയാമോ എന്ന് BJPയുടെ പ്രതിനിധി ചോദിച്ചപ്പോൾ ചെരുപ്പ് വന്നല്ല കസേരയേറായിരുന്നു കേട്ടോ. അല്ല ഇതാണ് പ്രശ്നം. അതായത് ഇവരുടെ ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളുമായി ബന്ധപ്പെട്ട സാധുത എന്താണ്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മറുപടി ഉണ്ടാവില്ല. ഞാൻ ചോദിക്കുന്നത്, പുഷ്പൻ ഇവിടെ പ്രസക്തി കേരളത്തിൽ ഉണ്ടായിരിക്കാം. ഇവിടുത്തെ CPMന്റെ രാഷ്ട്രീയത്തിൽ നിശ്ചയമായിട്ടും പുഷ്പന് പ്രസക്തിയുണ്ട്. ഈ പറയുന്ന വിപ്ലവ ഗാനങ്ങളൊക്കെ തന്നെ നല്ലതാണ്, കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഗാനങ്ങളാണ്. അത് കേൾക്കുന്ന സമയത്ത് CPMലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിലോ വിശ്വസിക്കാതിരിക്കുന്ന ഒരാളിനും ആവേശമുണ്ടാക്കുന്നതാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, എത്രയോ വിപ്ലവ ഗാനങ്ങൾ, KPSCയുടെ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളൊക്കെ തന്നെ നമുക്ക് തന്നെ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അനുഭവം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആവേശം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള വരികളും ട്യൂണുകളും ഒക്കെയാണ്. ഇതിനെ ഒന്നും നമ്മൾ ആരും ഇകഴ്ത്തുന്നില്ല. പക്ഷെ ചോദ്യം, കടക്കൽ ദേവിയുടെ മുന്നിൽ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രസക്തി എന്താണ്? ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പൊ അവിടെ വന്നിട്ട് ആരെങ്കിലും ചേട്ടാ നന്നായിട്ട് പാടുന്നുണ്ട്, സമയമാം രഥത്തിൽ ഞാൻ എന്ന് പറയുന്ന പാട്ടൊന്ന് പാടും എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ വേദിയിലിരുന്ന് ആ പാട്ട് പാടാനായിട്ട് തയ്യാറാവുകയും ബാക്കിൽ ശവപ്പെട്ടി. ഇന്ന് അലോഷി ഒരു മാധ്യമത്തിൽ പറഞ്ഞതും പ്രേക്ഷകർ എന്താവശ്യപ്പെട്ടാലും ഞാൻ പാടുന്നതാണ്. പക്ഷെ കടക്കലെ പോലുള്ള ഒരു സ്ഥലത്ത് ഗണഗീതം പാടാൻ ആരും ഉണ്ടാവില്ലല്ലോ, ആവശ്യപ്പെടാൻ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് സമയമാം രഥത്തിൽ ഞാൻ എന്ന് പറയുന്ന പാട്ട് പാടുന്ന സമയത്ത് അമ്പലത്തിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ ബാക്കിൽ കുറെ ശവപ്പെട്ടിയൊക്കെ LED ബോർഡിൽ വന്നിട്ട് ആ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ അത് എന്താണ്, അത് കൊടുക്കുന്ന സന്ദേശം, അതിന്റെ ഔചിത്യം എന്താണ് എന്നൊരു പ്രശ്നമില്ലേ? ഇപ്പൊ ഈ RSSന്റെ പല ഗണഗീതങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വൈഷ്ണവ ജനത പോലെ മഹാത്മാഗാന്ധിക്ക് തന്നെ വളരെ പ്രിയമായിട്ടുള്ള നിരവധി ഗാനങ്ങളുണ്ട്. ഇതെല്ലാം ഈ അലോഷി പാടുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലോഷിയുടെ ഏതെങ്കിലും ഒരു പാട്ട് പരിപാടി ഇനി ആൾക്കാർ വെച്ചതിന് ശേഷം അവിടേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഏത് പാട്ടും അദ്ദേഹം പാടുമെങ്കിൽ ഇതേപോലെ പാട്ടുകൾ ആവശ്യപ്പെടണം, അദ്ദേഹം പാടട്ടെ. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചന്ദന ചർച്ചിത, നീല കളയബരം തുടങ്ങിയ പാട്ടുകളൊക്കെ അദ്ദേഹം പാടട്ടെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെ ദേവതാ രൂപങ്ങളൊക്കെ തന്നെ പ്ലേ ചെയ്യട്ടെ. അപ്പൊ ഇത് പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാരാൽ സ്പോൺസർ ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിലില്ല. ഇതിന്റെ അനൗചിത്യത്തിനെ സംബന്ധിച്ച് ശ്രീ ഹസ്കർ പറഞ്ഞ അഭിപ്രായത്തിനോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ അപ്പോഴും കുറേയധികം ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ് സാർ, കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പാർട്ടി പരിപാടി അല്ല എന്ന് പറഞ്ഞ് നേതൃത്വം എന്തായാലും കൈയൊഴിയും. അസ്കർ ഇതിനകം തന്നെ അത് വ്യക്തമാക്കി. പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുക്കും എന്നൊന്നും നമ്മൾ കരുതരുത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞത് റിപ്പോർട്ട് അത് തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു തോന്നുന്നുണ്ടോ? ഇത് വ്യക്തമായ ഒരു അജണ്ട തന്നെയല്ലേ? ക്ഷേത്രങ്ങൾ ചുവപ്പിക്കുക, ആ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത്തരം പ്രവർത്തനങ്ങളെ കാണാനാവും? അല്ല, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൂടാനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും നമ്മൾ അത്
വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഹസ്കറിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ക്ഷേത്ര അങ്കണത്തിൽ നടക്കാൻ പാടില്ലാത്ത അരുതായ്മ നടന്നിരിക്കുന്നു. അതായത് ഈ കൊടി, അതുപോലെ പുഷ്പന്റെ പാട്ടും ഇതൊന്നും തന്നെ ക്ഷേത്ര സംസ്കാരത്തിന് അനുഗുണമല്ല എന്ന് പറയാനുള്ള മാന്യത കാണിച്ചതിൽ ഞാൻ ആദ്യം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടി അറിയുന്നില്ല, പാർട്ടിക്കാരെല്ലാം ഇതിനൊക്കെ സപ്പോർട്ടാണെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടതാണ് ശിവഗിരിയിലെ കാവ്യുടുത്ത സന്യാസിമാരുടെ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാവ്യ കൊടുക്കുന്നവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞത്. രണ്ടാമത് നുണ പറഞ്ഞു അദ്ദേഹം. ഗോബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം എന്ന് പറഞ്ഞാൽ പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും മാത്രം സുഖം ഉണ്ടാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അദ്ദേഹം ഏതെങ്കിലും സംസ്കൃതം പഠിച്ച ഒരു 5ാം ക്ലാസ്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അർത്ഥം. അതായത് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇവിടെ അറിവുള്ള ആളുകൾ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനികളാണ്, അറിവുള്ളവരാണ്. അറിവുള്ളവരുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവിധ ജീവജാലങ്ങളുടെ അനുഗ്രഹം വേണമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വിപരീതമായി ജനങ്ങളിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി ക്ഷേത്ര സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതിന്റെ ഒരു ആഹ്വാനമായിരുന്നു വാസ്തവത്തിൽ. ഇതിന്റെ വേറൊരു പതിപ്പാണ് നമ്മൾ ഗണപതി മിത്തിൽ കണ്ടത്. അപ്പോ ഇതൊന്നും തന്നെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതോ നാവിൽ വന്ന പിഴയോ ഒന്നുമല്ല. ഞാൻ ഓർക്കുന്നു, യോഗ അന്തർദേശീയ യോഗ ദിനമായി ആചരിച്ച സമയത്ത് യോഗ വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി. അന്ന് പതഞ്ജലിയെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അതിനെ മതേതര യോഗയാക്കി മാറ്റുക. ഇത് തന്നെയായിരുന്നു തിരുവാതിര. തിരുവാതിര ബ്രാഹ്മണിക്കാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ തിരുവാതിരയിലേക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള പുകഴ്ത്തുപാട്ട് ആക്കിയപ്പോൾ അത് മതേതര തിരുവാതിര. ഇങ്ങനെ ഈ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്നത് പോലെ, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ, നിങ്ങൾ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഇല്ല, പിന്നെ എന്തിനും നിങ്ങൾ പോകുന്നത്, അത് വേറെ കഥകളായി. നിലപാടുകൾ വേണം, കൃത്യമായ നിലപാടുകൾ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് പാർട്ടി ഗ്രാമമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. പാർട്ടി ഗ്രാമത്തിന്റെ മനസ്സാണ് അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇതേ സ്ഥലത്തൊരു ക്രൈസ്തവ അല്ലെങ്കിൽ മുസ്ലിം ദേവാലയം ഇല്ലാഞ്ഞിട്ടാണോ, അവിടെ നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ അവിടെ ഈ അഭ്യാസം എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോ ഇതെല്ലാം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത് പോലെയാണ് മതേതരത്വത്തെയും അതുപോലെ ഈ സഹിഷ്ണുതയും സംസ്കാരത്തെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം. മറ്റൊന്ന്, വളരെ നിഷ്കളങ്കമായാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഞെറുക്കെടുപ്പിലൂടെയാണ് ക്ഷേത്രങ്ങളിലെ കമ്മിറ്റിയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. പൊന്നു സുഹൃത്തെ, ഈ കേരളത്തിൽ ഇന്നോളം കഴിഞ്ഞ ഇടതുപക്ഷം എന്നെല്ലാം ഭരിക്കുന്നു, അവിടെ ഒരു തൂപ്പുകാരനെ വെക്കുന്നത് പോലും അയാളുടെ കുഞ്ഞമ്മയുടെ മകൻ BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ബന്ധമുണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് പറഞ്ഞുവിടും. ഈ നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ട് പാർട്ടി വളരെ വിശാല ഹൃദയമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതാണ് എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഒരു ക്ഷേത്രാങ്കണത്തിൽ എന്ത് പാട്ട് പാടണമെന്നതും ഏത് വാദ്യം ഉപയോഗിക്കണമെന്നും അതിന്റെ കളറിനെ കുറിച്ച്, ചുമപ്പിനോടൊന്നും ക്ഷേത്രത്തിന് വലിയ വിരോധമൊന്നുമില്ല. ചുമപ്പ് ഭദ്രകാളിയുടെ ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു മോട്ടീവുണ്ട്, ഒരു സങ്കല്പമുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനെല്ലാം നേതൃത്വം നൽകിയ മുൻ ദേവസ്വം മന്ത്രിയാണ് സുധാകരൻ. ഇന്ന് അദ്ദേഹം വിലപിച്ചുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം ഇന്ന് എങ്ങുമില്ലാത്ത രീതിയിൽ പാവം കവിത എഴുതിക്കൊണ്ട് നടക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തില് അദ്ദേഹം കാട്ടിക്കൂട്ടിയത് എല്ലാവരും കണ്ടതാണ്. അവിടുത്തെ തന്ത്രിമാരെ കിന്ത്രിമാരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് കണ്ടതാണ്. അപ്പൊ ഒരു കാലത്തും ഇടതുപക്ഷത്തിന്റെ ആളുകൾ ക്ഷേത്ര സംസ്കാരത്തെ ബഹുമാനിക്കുകയോ
മാന്യമായി പെരുമാറുകയോ ചെയ്യുന്നവരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. അത് അടിസ്ഥാനമാണ് എന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് കടന്നുകൂടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 300 വർഷക്കാലമായി ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത ഒരു ദളിത് സമുദായത്തിന് കഴിഞ്ഞ ദിവസം അനുമതി കൊടുത്തു പശ്ചിമ ബംഗാളിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 300 വർഷം ഓർക്കണം. 29 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച സ്ഥലത്താണ് ദളിതന് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തത്. ഇത് ഒരു ഗ്രാമത്തിലല്ല, പല ഗ്രാമങ്ങളിലും. അപ്പോ നിങ്ങൾ ഒരിക്കലും ദളിതന്റെ പക്ഷത്തോ മനുഷ്യന്റെ പക്ഷത്തോ സംസ്കാരത്തിന്റെ പക്ഷത്തോ അല്ല. യഥാർത്ഥത്തിലുള്ള ജാതി ഉണ്ടാക്കുകയും അതിനെ ഉപയോഗിക്കുകയും അതിനെ ഉപയോഗിച്ച് കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗം കോളമാക്കി, നിങ്ങൾ തൊഴിലിടങ്ങളെല്ലാം നശിപ്പിച്ചു, സാംസ്കാരിക രംഗം നശിപ്പിച്ചു. ആകെ ഉള്ളത് ക്ഷേത്രങ്ങളാണ്. അവിടെ വീണ്ടും ഈ നാടകം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ എല്ലാ കാലത്തും, ഒരു കാലത്ത് നിങ്ങൾ ചെയ്തതെല്ലാം സഹിച്ചിട്ടുണ്ട്. ഇന്നത് സഹിക്കാൻ ആളുകൾ തയ്യാറാവില്ല എന്ന കാര്യം ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ നിന്നും അതുപോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പിന്നോക്കം പോകേണ്ടി വന്നത്. നിങ്ങളുടെ ഓരോ ദേവസ്വം മന്ത്രിമാരും അതിനുശേഷം അവരെടുത്ത നിലപാടുകൾ, അവർക്കെല്ലാം ജനസമൂഹത്തിൽ നിന്നും പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇത് തന്നെയാണ്. ഇത് ആരുടെയെങ്കിലും കൈ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ഒക്കെ നമുക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കുക എന്ന കൃത്യമായ അജണ്ടയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് നിർത്തുക. ഇത് കൂടുതൽ കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ക്ഷേത്രങ്ങൾ ആവശ്യമാണ്. അത് RSSകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ക്ഷേത്രം നമ്മുടെ പൊതു സ്വത്താണ് എന്ന വലിയ വിശാലതയോടുകൂടി നമ്മളിത് കാണണം എന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും സമയപരിമിതി കൊണ്ട് ഞാൻ അസ്കറിലേക്ക് പോകുന്നില്ല. ക്ഷേത്രങ്ങളായി നിലനിർത്തുക, ക്ഷേത്രങ്ങളെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും